ഹലോ നമസ്കാരം. എല്ലാവർക്കും പ്രിപ്സ്കെയിലിന്റെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. കേറ്ററ്റ് കാറ്റഗറി 1, 2, 3 പരീക്ഷകളിൽ ആവർത്തിച്ച് ചോദിക്കുന്ന കുറച്ച് ടോപ്പിക്കുകളല്ല 7 ടോപ്പിക്കുകളാണ് നമ്മൾ സെലക്ട് ചെയ്തിട്ടുള്ളത്. 7 ക്വസ്റ്റ്യൻസും പ്രീവിയസ് ക്വസ്റ്റ്യൻസും ഉൾപ്പെടുത്തിക്കൊണ്ടാണ് നമ്മൾ ഈ വീഡിയോ. അപ്പോൾ നമുക്ക് നേരെ ക്ലാസ്സിലോട്ട് പോവാം. നമ്മൾ ആദ്യമായിട്ട് സെലക്ട് ചെയ്തിരിക്കുന്ന ടോപ്പിക് എന്ന് പറയുന്നത് മനഃശാസ്ത്രത്തിലെ വിവിധ ചിന്താധാരകൾ. ഈ ഒരു ഭാഗത്തിൽ നിന്ന് ഉള്ള ഇമ്പോർട്ടൻറ്റ് കാര്യങ്ങളാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്നത്. അതിൽ മനഃശാസ്ത്രത്തിലെ ചിന്താധാരകളെ പ്രധാനമായിട്ടും തിരിച്ചിരിക്കുന്നത് ആണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. ഘടനാവാദം, ധർമ്മവാദം, അതുപോലെ വ്യവഹാരവാദം, മാനസിക അപഗ്രഥനം, ജ്ഞാനനിർമ്മിതിവാദം, സാമൂഹ്യ ജ്ഞാനനിർമ്മിതിവാദം, മാനവികതാവാദം. ഇത്രയും വാദങ്ങൾ മാത്രമൊന്നുമല്ല, എങ്കിലും പ്രധാനപ്പെട്ട നമ്മുടെ പരീക്ഷകളിൽ ചോദിക്കുന്ന ആവർത്തിച്ച് കാണുന്ന ചോദ്യങ്ങളിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള ചിന്താധാരകളാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത്. അതിലൊന്നാമത്തെയാണ് ഘടനാവാദം അല്ലെങ്കിൽ സ്ട്രക്ചറലിസം. അടുത്തതായിട്ട് ധർമ്മവാദം, ഫങ്ഷണലിസം, വ്യവഹാരവാദം, ബിഹേവിയറിസം, മാനസിക അപഗ്രഥനം എന്ന് പറയുന്ന സൈക്കോ അനാലിസിസ്, ജ്ഞാനനിർമ്മിതിവാദം, കോഗ്നിറ്റീവ് കൺസ്ട്രക്റ്റിവിസം പോലെ തന്നെ സോഷ്യൽ കൺസ്ട്രക്റ്റിവിസം ഉണ്ട്. അതിനെയാണ് സാമൂഹ്യ ജ്ഞാനനിർമ്മിതിവാദം എന്ന് പറയുന്നത്. ഹ്യൂമനിസത്തെ മാനവികതാവാദം എന്നുമാണ് വിളിക്കുന്നത്. ഇനി ഏതൊക്കെയാണ് പ്രധാനപ്പെട്ട ഈ ചിന്താധാരകൾ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത്? അതിൽ ആദ്യത്തേതാണ് ഘടനാവാദം അല്ലെങ്കിൽ സ്ട്രക്ചറലിസം. അപ്പൊ പേരിൽ നിന്ന് തന്നെ സ്ട്രക്ചർ അല്ലെങ്കിൽ ഘടനയ്ക്ക് പ്രാധാന്യം നൽകിക്കൊണ്ടാണ് ഈ ഒരു വാദം മുന്നോട്ട് പോകുന്നത്. അപ്പോൾ ഇത് മനഃശാസ്ത്രത്തിന്റെ ആദ്യ സിദ്ധാന്ത ശാഖയാണ് അല്ലെങ്കിൽ ആദ്യ ശാഖയാണ്. ആദ്യമായിട്ട് ഉയർന്നു വന്ന ഒരു ചിന്താധാരയാണ് ഘടനാവാദം അല്ലെങ്കിൽ സ്ട്രക്ചറലിസം എന്ന് പറയുന്നത്. ഇത് എവിടെയാണ് രൂപം കൊണ്ടിട്ടുള്ളത്? ജർമ്മനിയിലാണ് ഇത് രൂപം കൊണ്ടിട്ടുള്ളത്. ഘടനാവാദം രൂപം കൊണ്ടിട്ടുള്ളത് ജർമ്മനിയിലാണ്. ഇത് ആദ്യ സമീപനമാണെന്ന് നമ്മൾ പറഞ്ഞു. ഇതിന്റെ സ്ഥാപകൻ എന്ന് പറയുന്നത് വിൽഹം വൂണ്ട്. അപ്പൊ ഈ വിൽഹം വൂണ്ടിന്റെ പ്രാധാന്യം എന്ന് പറയുന്നത് ഘടനാവാദത്തിന്റെ ആദ്യ സമീപനമായിട്ടുള്ള ഘടനാവാദത്തിന്റെ ഉപജ്ഞാതാവാണ് വില്യം വൂണ്ട്. പേര് നോട്ട് ചെയ്യുക. ഇവിടെ എങ്ങനെയാണ് മനുഷ്യന്റെ ഘടനയാണ് അല്ലെങ്കിൽ സ്ട്രക്ചറാണ് ഇവിടെ വിശകലനം ചെയ്ത് പഠിക്കുന്നത്. മനുഷ്യന്റെ ഘടനയാണ് ഇവിടെ വിശകലനം ചെയ്ത് പഠിക്കുന്നത്. അപ്പോൾ ഒരു വസ്തുവിന്റെ ഘടനയാണ് അതിന്റെ ധർമ്മത്തെ നിർണ്ണയിക്കുന്നത് എന്നാണ് ഘടനാവാദം പറയുന്നത്. എന്താണ് പറയുന്നത്? ഒരു വസ്തുവിന്റെ ഘടനയാണ് അതിന്റെ ധർമ്മത്തെ നിർണ്ണയിക്കുന്നത് എന്നാണ് ഘടനാവാദം പറയുന്നത്. അപ്പോൾ ഈ ഒരു ഘടനാവാദത്തില് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പോയിന്റ് ഉണ്ട്. ഇതിൽ ആത്മപരിശോധനാ രീതിക്ക് പ്രാധാന്യമുണ്ട്. ഇതിൽ ഉപയോഗിക്കുന്ന രീതി, ഘടനാവാദം അല്ലെങ്കിൽ സ്ട്രക്ചറലിസത്തിൽ ഉപയോഗിക്കുന്ന ഒരു രീതിയാണ്, പഠന രീതിയാണ് ആത്മപരിശോധനാ രീതി. മറ്റു പല പേരുകളിൽ ഇത് ഇൻട്രോസ്പെക്ഷൻ എന്ന ആത്മപരിശോധനാ രീതി അറിയപ്പെടും. അതുപോലെ സെൽഫ് ഒബ്സർവേഷൻ എന്നറിയപ്പെടും. സെൽഫ് ഒബ്സർവേഷൻ രീതി, അന്തർനിരീക്ഷണ രീതി. അപ്പൊ നമുക്ക് നോക്കാം. ഒരു വസ്തുവിന്റെ ഘടനയാണ് അതിന്റെ ധർമ്മത്തെ നിർണ്ണയിക്കുന്നത്. ആത്മപരിശോധന രീതിയാണ് ഇതിൽ ഉപയോഗിക്കുന്ന രീതി. ആത്മപരിശോധന രീതിയെ ഇൻട്രോസ്പെക്ഷൻ എന്ന് വിളിക്കാം. സെൽഫ് ഒബ്സർവേഷൻ അല്ലെങ്കിൽ അന്തർനിരീക്ഷണം എന്നുള്ള പേരിൽ അത് അറിയപ്പെടും. ഈ രീതിക്കാണ് ഇത് പ്രാധാന്യം കൊടുത്തിട്ടുള്ളത്. നമ്മൾ പറഞ്ഞ ആത്മപരിശോധന രീതി എന്ന് പറയുന്നത് കുറച്ച് ഇമ്പോർട്ടന്റ് ആണ്. ആ പഠന രീതിക്ക് പ്രാധാന്യം നൽകി എന്നുള്ള ഒരു പോയിന്റ് നിങ്ങൾ നോട്ട് ചെയ്ത് വെച്ചേക്കാം. ഇനി മനസ്സിന്റെ അടിസ്ഥാന ഘടകങ്ങൾ കണ്ടെത്തുക എന്ന് വെച്ചാൽ എന്താണ്? മനസ്സിന്റെ അടിസ്ഥാന ഘടകങ്ങൾ എന്ന് പറയുമ്പോൾ മനസ്സിന്റെ ബേസിക് എലമെന്റ്സ് ഓഫ് മൈൻഡ് എന്ന് നമുക്ക് പറയാം. ബേസിക് എലമെന്റ്സ് ഓഫ് മൈൻഡ്. അപ്പൊ ബേസിക് എലമെന്റ്സ് ഓഫ് മൈൻഡ് കണ്ടെത്തുക എന്നുള്ളതാണ് ഈ ഒരു രീതിയുടെ പ്രാധാന്യം എന്ന് പറയുന്നത്, ഘടനാവാദത്തിന്റെ പ്രാധാന്യം. അതുപോലെ മറ്റൊരു പോയിന്റ് ആണ് അനലിറ്റിക്കൽ അപ്രോച്ച് അല്ലെങ്കിൽ വിശകലന അധിഷ്ഠിത പഠനം. വിശകലനത്തിൽ അധിഷ്ഠിതമായ പഠനം അല്ലെങ്കിൽ അനലിറ്റിക്കൽ അപ്രോച്ച് ഏതിന്റെ പ്രത്യേകതയാണ്? ഘടനാവാദത്തിന്റെ അല്ലെങ്കിൽ സ്ട്രക്ചറലിസത്തിന്റെ പ്രത്യേകതയാണ്. എന്നാൽ വില്യം വൂണ്ടിന് ശേഷം വില്യം വൂണ്ടിന്റെ ശിഷ്യനായിട്ടുള്ള E.B. ടിച്ച്നർ ആണ്. ആരാണ്? E.B. ടിച്ച്നർ ആണ് ഈ ശാഖയെ മുന്നോട്ട് നയിച്ചത്. അല്ലെങ്കിൽ ഈ ഒരു ഘടനാവാദം വികസിപ്പിച്ചത് ആരാണ് എന്നൊരു ചോദ്യമാണെങ്കിൽ അത് E.B. ടിച്ച്നർ ആണ് ഈ ഒരു ശാഖയെ മുന്നോട്ട് നയിച്ചത്. അല്ലെങ്കിൽ ഈ ശാഖയെ വികസിപ്പിച്ചത് ആരാണ്? വില്യം വൂണ്ടിന്റെ ശിഷ്യനായിട്ടുള്ള E.B. ടിച്ച്നർ ആണെന്ന് ഒന്ന് ഓർത്തു വെക്കണം. ഇതാണ് ഘടനാവാദത്തിന്റെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോയിന്റുകൾ. ആദ്യ സിദ്ധാന്ത ശാഖയാണ്. ജർമ്മനി രൂപം കൊണ്ടു. ആദ്യ സമീപനമാണ്.
വില്യം വൂണ്ടാണ് ഇതിന്റെ സ്ഥാപകൻ. മനുഷ്യന്റെ ഘടനയ്ക്ക് പ്രാധാന്യം നൽകി. ഒരു വസ്തുവിന്റെ ഘടനയാണ് അതിന്റെ ധർമ്മത്തെ നിർണ്ണയിക്കുന്നത്. ഇതിൽ ഉപയോഗിക്കുന്ന രീതിയായിരുന്നു ആത്മപരിശോധന രീതി. അതുപോലെ മനസ്സിന്റെ അടിസ്ഥാന ഘടകങ്ങൾ കണ്ടെത്തുക എന്നുള്ളത് തന്നെയാണ് ബേസിക് എലമെന്റ്സ് ഓഫ് മൈൻഡ് എന്നുള്ളത് ഈ ഒരു ഘടനാവാദത്തിന്റെ പ്രത്യേകതയാണ്, സ്ട്രക്ചറലിസത്തിന്റെ പ്രത്യേകതയാണ്. വിശകലനാധിഷ്ഠിത പഠനമാണ് ഇതിൽ അപ്ലൈ ചെയ്യുന്നത്. E.B. ടിഷ്ണർ ആണ് ഈ ശാഖയെ മുന്നോട്ട് നയിച്ചിട്ടുള്ളത്. ഇത്രയും പോയിന്റുകൾ ഘടനാവാദത്തിന് നിങ്ങൾ ഓർത്തു വെക്കണം. അടുത്തതാണ് ധർമ്മവാദം. ധർമ്മവാദം അല്ലെങ്കിൽ ഫങ്ഷണലിസം. ധർമ്മവാദത്തെ പ്രാകാര്യവാദം എന്നും അറിയപ്പെടുന്നുണ്ട്, പ്രാകാര്യവാദം എന്നറിയപ്പെടുന്നുണ്ട്. 1900 അമേരിക്കയിലാണ് ഇത് രൂപം കൊണ്ടിട്ടുള്ളത്. മനസ്സിന്റെ പ്രവർത്തനത്തിന് പ്രാധാന്യം കുറിച്ചത്, മനസ്സിന്റെ പ്രവർത്തനത്തിനാണ് ഇത് പ്രാധാന്യം കൊടുത്തത്. മനസ്സിന്റെ പ്രവർത്തനം അല്ലെങ്കിൽ മനസ്സിന്റെ ഫങ്ഷൻ എന്തിനാണ് പ്രാധാന്യം കൊടുത്തത്? ഫങ്ഷൻ അല്ലെങ്കിൽ മനസ്സിന്റെ പ്രവർത്തനത്തിനാണ് പ്രാധാന്യം കൊടുത്തത്, പ്രവർത്തനത്തിനാണ് പ്രാധാന്യം കൊടുത്തിട്ടുള്ളത്. ഇതിന് ഫങ്ഷണലിസം അല്ലെങ്കിൽ ധർമ്മവാദത്തിന് തുടക്കം കുറിച്ചത് ആരാണ്? വില്യം ജെയിംസ് ആണ്. ധർമ്മവാദത്തിന് തുടക്കം കുറിച്ച ആളുടെ പേരാണ് വില്യം ജെയിംസ്. ഓർത്തു വെക്കുക, വില്യം ജെയിംസ് ധർമ്മവാദം അല്ലെങ്കിൽ ഫങ്ഷണലിസവുമായിട്ട് ബന്ധപ്പെട്ടതാണ്. അമേരിക്കയിൽ രൂപം കൊണ്ടു. 1900 അമേരിക്കയിൽ രൂപം കൊണ്ടു. ധർമ്മവാദം എന്നും പ്രാകാര്യവാദം എന്നും ഫങ്ഷണലിസം അറിയപ്പെടുന്നുണ്ട്. ഇത് ഘടനാവാദത്തിന് ഒരു തികഞ്ഞ മറുപടി എന്നോണം രൂപം കൊണ്ട ഒരു വാദമാണ് ഫങ്ഷണലിസം. ഘടനയ്ക്ക് പ്രാധാന്യം കൊടുത്തപ്പോൾ ഘടനയല്ല അവിടെ ഇമ്പോർട്ടന്റ് എന്നും ഫങ്ഷൻ ആണ് അല്ലെങ്കിൽ മനസ്സിന്റെ പ്രവർത്തനത്തിനാണ് പ്രാധാന്യം എന്നും ധർമ്മവാദം പറയുന്നുണ്ട്, ധർമ്മവാദം വാദിക്കുന്നുണ്ട്. വില്യം ജെയിംസ് ധർമ്മവാദത്തിലൂടെ പറഞ്ഞത് മനസ്സിന്റെ പ്രവർത്തനത്തിനാണ് പ്രാധാന്യം അല്ലെങ്കിൽ ഫങ്ഷനാണ് പ്രാധാന്യം എന്നാണ്. ഘടനാവാദത്തിന് മറുപടിയായിട്ട് രൂപം കൊണ്ടു. അതുപോലെ ആരൊക്കെയായിരുന്നു ഇതിന്റെ വക്താക്കൾ എന്ന് ചോദിച്ചാൽ വില്യം ജെയിംസ്, ജോൺ ഡ്യൂവി, R.S. വുഡ്വർത്ത്, ജെയിംസ് ആഗ്നൽ, E.L. തോണ്ടേക്ക് എന്നിവർ പ്രധാന ധർമ്മവാദികളാണ്. പ്രധാന ധർമ്മവാദികളെ കുറിച്ചാണ് നമ്മളിപ്പോ പറഞ്ഞത്. വില്യം ജെയിംസ്, ജോൺ ഡ്യൂവി, R.S. വുഡ്വർത്ത്, ജെയിംസ് ആഗ്നല്, E.L. തോണ്ടേക്ക് എന്നിവർ പ്രധാന ധർമ്മവാദികളാണ് എന്ന് ഓർമ്മയിൽ വെച്ചേക്കാം. അപ്പൊ ധർമ്മവാദത്തിന്റെ പോയിന്റ്സ് എല്ലാം നമ്മൾ ഡിസ്കസ് ചെയ്തു. അതുപോലെ തന്നെ പരിസരവുമായി ഇണങ്ങിപ്പോകാൻ ജീവിയെ സഹായിക്കുന്നത് എന്താണെന്നാണ് ധർമ്മവാദം പറയുന്നത്. പരിസരവുമായിട്ട് ഇണങ്ങിപ്പോകാനായിട്ട് ജീവിയെ സഹായിക്കുന്നത് മനസ്സിന്റെ ധർമ്മമാണ്, മനസ്സിന്റെ ഫങ്ഷൻ ആണ്, മനസ്സിൽ നടക്കുന്ന ഫങ്ഷൻസ് ആണ് സഹജീവികളുമായിട്ട് അല്ലെങ്കിൽ പരിസരവുമായിട്ട് ഇണങ്ങിപ്പോകാനായിട്ട് ജീവിയെ സഹായിക്കുന്നത് അല്ലെങ്കിൽ മനുഷ്യനെ സഹായിക്കുന്നത്. അതുപോലെ ഈ സഹായിക്കുന്ന പ്രോസസ്സ് പഠനത്തിൽ സമായോജനത്തിനുള്ള പ്രാധാന്യം. ഇപ്പൊ നമ്മൾ പറഞ്ഞ ഇതേ പോയിന്റ് തന്നെ, പരിസരവുമായിട്ട് ഇണങ്ങിപ്പോകാൻ ജീവിയെ സഹായിക്കുന്ന മനസ്സിന്റെ ധർമ്മത്തെ സമായോജനം എന്നുള്ളൊരു വേർഡ് കൊണ്ട് നമുക്ക് അതിനെ ഡിഫൈൻ ചെയ്യാം. അപ്പൊ പഠനത്തിൽ അഡ്ജസ്റ്റ്മെന്റ് അല്ലെങ്കിൽ സമായോജനത്തിനുള്ള പ്രാധാന്യത്തെ കുറിച്ച് ഒരു അഡാപ്റ്റഡ് ആയിട്ടുള്ള ഒരു ജീവിയെ പരിസരവുമായിട്ട് അഡാപ്റ്റ് ചെയ്യാനായിട്ട് സഹായിക്കുന്ന സമായോജനത്തിന് പ്രാധാന്യം കൊടുത്തുകൊണ്ടാണ് ഈ വാദം മുന്നോട്ട് പോയിട്ടുള്ളത്. ഏതായിരുന്നു? ധർമ്മവാദം അല്ലെങ്കിൽ ഫങ്ഷണലിസം. അപ്പൊ ഇദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട ഒരു കോട്ടാണ്, ധർമ്മവാദം പറയുന്നതാണ്, ഒഴുകുന്ന വെള്ളത്തിലെ തുള്ളികളെ വേർതിരിക്കാനാവാത്ത പോലെ ബോധമണ്ഡലത്തിലെ ഒഴുക്കിനെ വേർതിരിക്കാൻ കഴിയില്ല എന്ന് വാദിച്ചുകൊണ്ട് വില്യം വൂണ്ട് പറഞ്ഞ ഘടനാവാദത്തിനോട് അല്ലെങ്കിൽ വില്യം വൂണ്ടിന്റെ ആശയങ്ങളോട് വിയോജിച്ചുകൊണ്ടാണ് ധർമ്മവാദം മുന്നോട്ട് പോയത്. അപ്പൊ ധർമ്മവാദത്തിൽ എന്താണ് പറഞ്ഞത്? ഒഴുകുന്ന വെള്ളത്തിലെ തുള്ളികളെ എന്ത് ചെയ്യാനായിട്ട് കഴിയില്ല? വേർതിരിക്കാനായിട്ട് കഴിയില്ല. അതുപോലെ തന്നെയാണ് ബോധമണ്ഡലത്തിൽ ഉണ്ടാവുന്ന ഒഴുക്ക് എന്ന് പറയുന്നത്. ആ ഒരു ഒഴുക്കും ഈ ഒഴുകുന്ന വെള്ളത്തിലെ തുള്ളികളെ പോലെ തന്നെ വേർതിരിക്കാൻ കഴിയാത്തതാണ് എന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അങ്ങനെ വില്യം വൂണ്ടിനോട് വിയോജിച്ചുകൊണ്ടാണ് ഈ ഒരു വാദം മുന്നോട്ട് പോയത്. അപ്പോൾ വില്യം വൂണ്ടിന്റെ ഘടനാവാദത്തിന് മറുപടി എന്നോണം ഉയർന്നു വന്നതാണ് ഫങ്ഷണലിസം. ആ ഒരു വാദത്തിൽ പറയുന്ന പ്രധാന പോയിന്റുകൾ നമ്മൾ കണ്ടു. ഇനി അടുത്തതായിട്ടുള്ളത് വ്യവഹാരവാദമാണ്. വ്യവഹാരവാദം അല്ലെങ്കിൽ ചേഷ്ടാവാദം. വ്യവഹാരവാദം അല്ലെങ്കിൽ ചേഷ്ടാവാദം, ബിഹേവിയറിസം എന്നാണ് ഇതിനെ പറയുന്നത്. ബിഹേവിയറിസം 1913 അമേരിക്കയിൽ രൂപം കൊണ്ട വാദമാണിത്. 1913 അമേരിക്കയിലാണ് ബിഹേവിയറിസം രൂപം കൊണ്ടിട്ടുള്ളത്. ഈ ഒരു വാദത്തെ വർത്തനവാദം എന്ന പേരിലും അറിയപ്പെടുന്നു. അപ്പൊ വ്യവഹാരവാദം, ചേഷ്ടാവാദം ഏതു പേരിലൊക്കെ അറിയപ്പെടുന്നു? വർത്തനവാദം എന്ന പേരിലും അറിയപ്പെടുന്നുണ്ട്. വർത്തനവാദം എന്ന പേരിലും അറിയപ്പെടുന്നു. എന്നാൽ ഈ ഒരു വാദം ഇതിനു മുന്ന് വന്നിട്ടുള്ള ഘടനാവാദത്തിനും പ്രാകാര്യവാദത്തിനും എതിരെയുള്ള ഒരു സമീപനമാണ് ഏത്? വ്യവഹാരവാദം എന്ന് പറയുന്നത്. ചേഷ്ടാവാദം അല്ലെങ്കിൽ ബിഹേവിയറിസം എന്ന് പറയുമ്പോൾ ഘടനാവാദത്തിനും പ്രാകാര്യവാദത്തിനും എതിരെയുള്ള അതിന് മറുപടി എന്നോണം വന്ന ഒരു സമീപനമാണ് ഏത്? വ്യവഹാരവാദം എന്ന് പറയുന്നത്.
ജീവികളുടെ എന്തിനായിരിക്കാം ഇതിൽ പ്രാധാന്യം കൊടുക്കുന്നത്? വ്യവഹാരങ്ങൾക്കാണ് ഇതിൽ പ്രാധാന്യം കൊടുക്കുന്നത്. ജീവികളുടെ വ്യവഹാരങ്ങൾക്ക് പ്രാധാന്യം കൊടുത്തുകൊണ്ട് പോകുന്ന വാദമാണ് വ്യവഹാരവാദം. ഇതില് ചോദക പ്രതികരണ ബന്ധങ്ങളാണ് എന്ന് വെച്ചാൽ എന്താണ്? സ്റ്റിമുലസ് റെസ്പോൺസ് റിലേഷൻ അല്ലെ? സ്റ്റിമുലസ് റെസ്പോൺസ് ആണ് എന്ത്? ചോദക പ്രതികരണ ബന്ധങ്ങളാണ് ഇതിന്റെ പഠനത്തിന് ആധാരം. സ്റ്റിമുലസ് റെസ്പോൺസ് ആണ്, ചോദക പ്രതികരണ ബന്ധങ്ങളാണ് വ്യവഹാരവാദത്തില് പ്രാധാന്യം കൊടുക്കുന്നത്. ഒന്ന് നോട്ട് ചെയ്യുക, വ്യവഹാരവാദം അല്ലെങ്കിൽ ചേഷ്ടാവാദം, ബിഹേവിയറിസം 1913 അമേരിക്കയിൽ രൂപം കൊണ്ടു. വർത്തനവാദം എന്നതിനെ വിളിക്കുന്നുണ്ട്. ഘടനാവാദത്തിനും പ്രാകാര്യവാദത്തിനും എതിരെയായിട്ട് വന്ന സമീപനമാണ്. എന്തിനാണ് പ്രാധാന്യം കൊടുക്കുന്നത്? വ്യവഹാരങ്ങൾക്കാണ് പ്രാധാന്യം കൊടുക്കുന്നത്. ചോദക പ്രതികരണ ബന്ധങ്ങളാണ് ഇതിലെ പഠനത്തിന് ആധാരം എന്ന് പറയുന്നുണ്ട്. ഓക്കെ ആണല്ലോ. അടുത്തതായിട്ട് ഇത് സെക്കൻഡ് ഫോഴ്സ് ഇൻ സൈക്കോളജി എന്ന് അറിയപ്പെടുന്നു. സെക്കൻഡ് ഫോഴ്സ് ഇൻ സൈക്കോളജി ആണ് വ്യവഹാരവാദം. സെക്കൻഡ് ഫോഴ്സ് ഇൻ സൈക്കോളജി ആണ്. വ്യവഹാരവാദത്തിന്റെ ഉപജ്ഞാതാവ് എന്ന് പറയുന്നത് JB വാട്സൺ ആണ്. വ്യവഹാരവാദത്തിന്റെ ഉപജ്ഞാതാവ് ആരാണ്? JB വാട്സൺ ആണ്. ഇത്തരം കാര്യങ്ങളൊക്കെ ആണല്ലോ. അപ്പൊ അടുത്തതാണ് മാനസിക അപഗ്രഥനം അല്ലെങ്കിൽ മനോവിശ്ലേഷണ സമീപനം, സൈക്കോ അനാലിസിസ് എന്നാണ്. ഇതാണ് നമ്മുടെ ഫസ്റ്റ് ഫോഴ്സ് ഇൻ സൈക്കോളജി എന്നറിയപ്പെടുന്നത്. ഇപ്പൊ നമ്മൾ വ്യവഹാരവാദം സെക്കൻഡ് ഫോഴ്സ് ആണെന്ന് പഠിച്ചു. ഫസ്റ്റ് ഫോഴ്സ് ഇൻ സൈക്കോളജി ഏതാണ്? സൈക്കോളജിയിലെ തന്നെ ഫസ്റ്റ് ആദ്യത്തെ ശക്തിയായിട്ട് വന്നത് മാനസിക അപഗ്രഥനമാണ് അല്ലെങ്കിൽ മനോവിശ്ലേഷണ സമീപനമാണ്. മനോവിശ്ലേഷണ സിദ്ധാന്തത്തിന്റെ അല്ലെങ്കിൽ സൈക്കോ അനാലിസിസിന്റെ ഉപജ്ഞാതാവ് എന്ന് പറയുന്നത് സിഗ്മണ്ട് ഫ്രോയിഡ് ആണ്. ഇതിന്റെ ഉപജ്ഞാതാവ് എന്ന് പറയുന്നത് സിഗ്മണ്ട് ഫ്രോയിഡ് ആണ്. ആധുനിക മനഃശാസ്ത്രത്തിന്റെ പിതാവ് എന്ന പേരിലും സിഗ്മണ്ട് ഫ്രോയിഡ് അറിയപ്പെടുന്നുണ്ട്. ആധുനിക മനഃശാസ്ത്രത്തിന്റെ പിതാവ് എന്ന പേരിലും സിഗ്മണ്ട് ഫ്രോയിഡ് അറിയപ്പെടുന്നുണ്ട്. എങ്ങനെയാണ് അദ്ദേഹം മനുഷ്യ മനസ്സിനെ 3 തലങ്ങളായിട്ട് വിഭജിച്ചിട്ടുണ്ട്? സിഗ്മണ്ട് ഫ്രോയിഡ് മനുഷ്യ മനസ്സിനെ 3 തലങ്ങളായിട്ട് നിർവചിച്ചു അല്ലെങ്കിൽ 3 തലങ്ങളായിട്ട് തരം തിരിച്ചു. അതിൽ ഒന്നാമത്തെ ആയിരുന്നു ബോധ മനസ്സ്, രണ്ടാമത്തെയാണ് അബോധ മനസ്സ് അല്ലെങ്കിൽ അൺകോൺഷ്യസ് മൈൻഡ്, മൂന്നാമത്തെ ഉപബോധ മനസ്സ് സബ് കോൺഷ്യസ് അല്ലെങ്കിൽ പ്രീകോൺഷ്യസ് എന്നൊക്കെ പറയും. അപ്പൊ മനുഷ്യ മനസ്സിനെ ഒരു മഞ്ഞുമലയോടാണ് അദ്ദേഹം ഉപമിച്ചത്. ഒരു ഐസ്ബർഗിനോട് ഉപമിച്ച വ്യക്തിയാണ് ആര്? നമ്മുടെ സിഗ്മണ്ട് ഫ്രോയിഡ് എന്ന് പറയുന്നത്. ഇവിടെ നമുക്ക് കാണാം അൺകോൺഷ്യസ് മൈൻഡ്, പ്രീകോൺഷ്യസ് മൈൻഡ്, കോൺഷ്യസ് മൈൻഡ്. ഇതിൽ ഏറ്റവും കൂടുതൽ ഭാഗം മനസ്സിൽ അൺകോൺഷ്യസ് മൈൻഡ് ആണ്. നമ്മുടെ മനസ്സിലെ പല കാര്യങ്ങളും അൺകോൺഷ്യസ് മൈൻഡിലാണ് ഇരിക്കുന്നത്. ഏറ്റവും കൂടുതൽ ഭാഗം അടങ്ങിയിട്ടുള്ളത് അൺകോൺഷ്യസ് മൈൻഡ് തന്നെയാണ്. വളരെ കുറച്ച് ഭാഗങ്ങളാണ് കോൺഷ്യസിലും സബ് കോൺഷ്യസിലും ഉള്ളത്. ഓക്കെ, അപ്പൊ നമുക്ക് ഇതിനെ കുറിച്ചൊക്കെ നമുക്ക് അറിയാവുന്നതാണ് അല്ലെ? അപ്പൊ എന്തായിരുന്നു? ഇപ്പൊ അബോധ മനസ്സിന് പ്രാധാന്യം കൊടുത്തതാണ് ഈ സിഗ്മണ്ട് ഫ്രോയിഡ്. ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്തത് അൺകോൺഷ്യസ് മൈൻഡിനാണ്. അദ്ദേഹത്തിന്റെ അഭിപ്രായത്തിൽ അൺകോൺഷ്യസ് മൈൻഡിലെ അബോധ മനസ്സിന്റെ ആഗ്രഹങ്ങളാണ് ചിന്തയിലൂടെയും സ്വപ്നങ്ങളിലൂടെയും ഒക്കെ നമ്മളിൽ പ്രകടമാകുന്നത് എന്നാണ് പറയുന്നത്. അപ്പൊ അബോധ മനസ്സിൽ ഉറങ്ങിക്കിടക്കുന്ന ആഗ്രഹങ്ങള് ചിന്തയിലൂടെയും സ്വപ്നങ്ങളിലൂടെയും ഒക്കെ പ്രകടമാകുമെന്നാണ് സിഗ്മണ്ട് ഫ്രോയിഡ് അഭിപ്രായപ്പെട്ടത്. ബാല്യകാല അനുഭവങ്ങൾ ഒരു വ്യക്തിയുടെ പിന്നീടുള്ള സ്വഭാവത്തെ സ്വാധീനിക്കുന്നു എന്നും അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. ബാല്യകാല അനുഭവങ്ങള് കുട്ടിയുടെ അല്ലെങ്കിൽ ഒരു വ്യക്തിയുടെ പിന്നീടുള്ള സ്വഭാവത്തെ സ്വാധീനിക്കുന്നു എന്നും കണ്ടെത്തിയിട്ടുണ്ട്. അപ്പൊ അദ്ദേഹം പറഞ്ഞ കോൺഷ്യസ്, അൺകോൺഷ്യസ്, സബ് കോൺഷ്യസില് എപ്പോഴും നമ്മുടെ ഇപ്പോൾ നടക്കുന്ന കാര്യങ്ങളാണ് കോൺഷ്യസ് മൈൻഡിൽ ഉൾപ്പെട്ടിരിക്കുന്നത്. അബോധ മനസ്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ ചെറുപ്പകാലത്തിൽ ഉണ്ടായ നമ്മൾ ഒരിക്കലും ഓർക്കാൻ ആഗ്രഹിക്കാത്ത കുറെ കാര്യങ്ങൾ, നമ്മൾ മറവിയിലേക്ക് തള്ളിവിടപ്പെട്ട കാര്യങ്ങൾ, നമ്മളുടെ സാധിക്കാതെ പോയ ആഗ്രഹങ്ങള്, സ്വപ്നങ്ങള്, ഇതെല്ലാം ഉറങ്ങിക്കിടക്കുന്നത് നമ്മുടെ അബോധ മനസ്സിലാണ്. എന്നാൽ ഉപബോധ മനസ്സ് അല്ലെങ്കിൽ സബ് കോൺഷ്യസ് മൈൻഡ് എന്ന് പറയുമ്പോൾ നമ്മൾ ആഗ്രഹിക്കുന്ന സമയത്ത് നമ്മുടെ ഓർമ്മയിലേക്ക് വരുന്നതും അല്ലെ, നമുക്കൊരു ഫോൺ നമ്പർ ഓർത്തെടുക്കണമെന്ന് ആഗ്രഹിച്ചാൽ നമ്മൾ ആ നമ്പർ ഓർത്ത് എടുക്കുന്നതും ഒക്കെ, നമുക്ക് വേണമെന്ന് വിചാരിച്ചാൽ നമ്മുടെ മൈൻഡിലേക്ക് വരുന്നതൊക്കെയാണ് ഉപബോധ മനസ്സിലെ കാര്യങ്ങൾ. അപ്പൊ അങ്ങനെയൊക്കെയാണ് അദ്ദേഹത്തിന് എക്സ്പ്ലെയിൻ ചെയ്തത്. അപ്പൊ നമ്മൾ പറഞ്ഞു അബോധ മനസ്സിന് പ്രാധാന്യം കൊടുത്തത് അൺകോൺഷ്യസ് മൈൻഡിനാണ്. അദ്ദേഹം മനുഷ്യ മനസ്സിന് 3 ഘടകങ്ങൾ ഉണ്ടെന്നാണ് പ്രസ്താവിച്ചിരിക്കുന്നത്. മനുഷ്യ മനസ്സിന് 3 ഘടകങ്ങളാണുള്ളത്. ഒന്നാണ് ഇത്, 2 ഈഗോ, 3 സൂപ്പർ ഈഗോ. മനുഷ്യ മനസ്സിന് 3 ഘടകങ്ങൾ ഉണ്ടെന്ന് അദ്ദേഹം വാദിച്ചിട്ടുണ്ട്. മനുഷ്യ മനസ്സിന് എത്രയാണ്? ഇത്, ഈഗോ, സൂപ്പർ ഈഗോ, 3 ഘടകങ്ങളാണ് മനുഷ്യ മനസ്സിനുള്ളത്. അതുപോലെ അദ്ദേഹം മുന്നോട്ട് വെച്ച സിദ്ധാന്തങ്ങളുടെ പേരാണ് 3 സിദ്ധാന്തങ്ങൾ അദ്ദേഹം മുന്നോട്ട് വെച്ചിട്ടുണ്ട്. ഇമ്പോർട്ടന്റ് ആണ് ഇത്. ഈ സിദ്ധാന്തങ്ങൾ നമ്മൾ ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല,
സിദ്ധാന്തങ്ങളുടെ പേര് മാത്രം നമുക്ക് പറഞ്ഞു പോവാം. 3 സിദ്ധാന്തങ്ങൾ അദ്ദേഹം മുന്നോട്ട് വെച്ചു. വ്യക്തിത്വ ഘടന സിദ്ധാന്തം, വ്യക്തിത്വ ചലനാത്മക സിദ്ധാന്തം, മനോലൈംഗിക വികാസ സിദ്ധാന്തം. മനോലൈംഗിക വികാസ സിദ്ധാന്തം 3 സിദ്ധാന്തങ്ങൾ മുന്നോട്ട് വെച്ചു. വ്യക്തിത്വ ഘടനാ സിദ്ധാന്തം, വ്യക്തിത്വ ചലനാത്മക സിദ്ധാന്തം, മനോലൈംഗിക സിദ്ധാന്തം. അപ്പോൾ മനുഷ്യ മനസ്സിന് 3 ഘടകങ്ങൾ ഉണ്ടെന്ന് അദ്ദേഹം പറഞ്ഞിരുന്നു. ഇത്, ഈഗോ, സൂപ്പർ ഈഗോ. 3 സിദ്ധാന്തങ്ങൾ: വ്യക്തിത്വ ഘടനാ സിദ്ധാന്തം, വ്യക്തിത്വ ചലനാത്മക സിദ്ധാന്തം, മനോലൈംഗിക വികാസ സിദ്ധാന്തം. ഈ 3 പേരിലാണ് സിദ്ധാന്തങ്ങൾ അറിയപ്പെട്ടിട്ടുള്ളത്. അടുത്ത വാദം നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്ന വാദം എന്ന് പറയുന്നത് മാനവികതാവാദമാണ്, അല്ലെങ്കിൽ ഹ്യൂമനിസം ആണ്. ഹ്യൂമനിസം എന്ന് പറയുന്നത് തേർഡ് ഫോഴ്സ് ഇൻ സൈക്കോളജി ആണ്. ഹ്യൂമനിസം അല്ലെങ്കിൽ മാനവികതാവാദം എന്നുള്ളത് തേർഡ് ഫോഴ്സ് ഇൻ സൈക്കോളജി ആണ്. ഏറ്റവും പുതിയ സമീപനമാണിത്. മാനവികതാവാദം എന്ന് പറയുന്നത് ഏറ്റവും പുതിയ സമീപനമാണ്. മനുഷ്യന്റെ സവിശേഷ ഗുണങ്ങൾക്ക് സവിശേഷമായിട്ടുള്ള ഗുണങ്ങളുണ്ട്. മനുഷ്യന്, ഒരു ഹ്യൂമൻ ബീയിങ്ങിന് സവിശേഷമായിട്ടുള്ള ഗുണങ്ങളുണ്ട്. ആ ഗുണങ്ങൾക്കാണ് ഇതിൽ പ്രാധാന്യം നൽകുന്നത്. ഹ്യൂമനിസം അല്ലെങ്കിൽ മാനവികതാവാദം മനുഷ്യന് വേണ്ടിയാണ് വാദിക്കുന്നതെന്ന് ഒന്ന് ഓർത്തു വെച്ചേക്കാം. മനുഷ്യന്റെ പ്രാധാന്യമായിട്ടുള്ള സവിശേഷമായിട്ടുള്ള ഗുണങ്ങൾക്കാണ് ഇവിടെ പ്രാധാന്യം കൊടുക്കുന്നത്. മനുഷ്യന്റെ നന്മയില്, അതുപോലെ സൃഷ്ടിപര ദർശനത്തില്, മനസ്സിന് സൃഷ്ടിപര ക്രിയേറ്റിവിറ്റി ഉണ്ട്, സൃഷ്ടിപരമായിട്ടുള്ള ദർശനങ്ങളുണ്ട് മനുഷ്യന്. ആ ദർശനങ്ങളും മനുഷ്യന്റെ നന്മയിലും ഒക്കെയാണ് ഈ ഒരു മാനവികതാവാദം ഊന്നൽ നൽകുന്നത്. മനുഷ്യൻ അവന്റെ ലക്ഷ്യങ്ങൾ നിർണയിക്കുന്നു, പിന്നീട് അതിലേക്ക് എത്തിച്ചേരാനുള്ള വഴികൾ മനുഷ്യൻ തന്നെ കണ്ടെത്തുകയാണ് ചെയ്യുന്നത് എന്നാണ് ഈ വാദം ഉന്നയിക്കുന്നത്. ഓക്കെ, മനുഷ്യൻ അവന്റെ ലക്ഷ്യങ്ങൾ നിർണയിക്കുന്നു, പിന്നീട് അതിലേക്ക് എത്തിച്ചേരാനുള്ള വഴികൾ കണ്ടെത്തുമെന്നും മാനവികതാവാദം വിവരിക്കുന്നുണ്ട്. അപ്പൊ മാനവികതാവാദം തേർഡ് ഫോഴ്സ് ഇൻ സൈക്കോളജി ആണ്. ഏറ്റവും പുതിയ സമീപനമാണെന്ന് ഓർത്തിരിക്കുക. മനുഷ്യന്റെ സവിശേഷമായിട്ടുള്ള നന്മയിലും അതുപോലെ സൃഷ്ടിപര ദർശനത്തിലും ഒക്കെ പ്രാധാന്യം കൊടുക്കുന്ന ഒരു വാദമാണിത്. മനുഷ്യൻ തന്നെ ലക്ഷ്യങ്ങൾ നിർണയിക്കുകയും അതിലേക്ക് എത്തിച്ചേരാനുള്ള വഴികൾ മനുഷ്യൻ തന്നെ കണ്ടെത്തുന്നു എന്നുമാണ് മാനവികതാവാദം നമ്മളോട് വാദിക്കുന്നത്. ഓക്കെ, അടുത്തതായിട്ട് ഈ ഒരു ഭാഗത്ത് നിന്ന് ചോദിച്ചിട്ടുള്ള പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ് നിങ്ങളെ പരിചയപ്പെടുത്തുന്നത്. നമ്മുടെ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ നടന്ന എക്സാമില് കേട്ടിട്ട് കാറ്റഗറി 2 2025 നമ്മുടെ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ നടന്ന എക്സാമിൽ എഴുതിയവർക്ക് അറിയാം, ഈ ഒരു ചോദ്യം വന്നിരുന്നു. അത് അധികമാരും ശ്രദ്ധിക്കാത്ത ഒരു ചോദ്യമാണെങ്കിൽ പോലും ഏത് ഭാഗത്ത് നിന്നാണെന്നൊരു കൺഫ്യൂഷൻ ഉണ്ടാവും. സിലബസ് ഓറിയന്റഡ് ആയിട്ട് പഠിക്കാത്തവർക്ക് ഏത് ഭാഗത്ത് നിന്നൊരു കൺഫ്യൂഷൻ ഉണ്ടാവും. അപ്പൊ ഈ ചോദ്യം എന്ന് പറയുന്നത് ആത്മനിഷ്ഠ രീതി എന്നത് ഏത് മനഃശാസ്ത്ര പഠന സമീപനത്തിന്റെ ഭാഗമാണ് എന്നാണ് ചോദ്യം. നിങ്ങൾക്കറിയാം, ഇപ്പൊ ഈ ക്ലാസ്സിൽ ഇരുന്നവർക്ക് ആത്മനിഷ്ഠ രീതി എന്നത് ഏത് മനഃശാസ്ത്ര പഠന സമീപനത്തിന്റെ ഭാഗമാണ്? വ്യവഹാരവാദ മനഃശാസ്ത്രം, ധർമ്മ മനഃശാസ്ത്രം, ഘടനാ മനഃശാസ്ത്രം, മാനസിക മനഃശാസ്ത്രം. നിങ്ങൾ ആൻസർ പറഞ്ഞേ, ഏതായിരിക്കും ഇതിന്റെ ആൻസർ? അപ്പൊ ഈ ഒരു വാദത്തില് ആത്മനിഷ്ഠ രീതിക്ക് പ്രാധാന്യം കൊടുക്കുന്ന ഒരു വാദം നമ്മൾ പഠിച്ചിരുന്നു. ആത്മനിഷ്ഠ രീതിക്ക് പ്രാധാന്യം കൊടുക്കുന്ന ഒരു മനഃശാസ്ത്ര സമീപനമാണ്. അപ്പോൾ ഇതാണ് ഘടനാ മനഃശാസ്ത്രമാണ് ഇതിന്റെ ആൻസർ ആയിട്ട് വരുന്നത്. ഘടനാ മനഃശാസ്ത്രമാണ്. ഓപ്ഷൻ സി ആണ് ഇതിന്റെ ആൻസർ ആയിട്ട് വരുന്നത്. ഓക്കെ, ഘടനാ മനഃശാസ്ത്രമാണ് ഇതിന്റെ ആൻസർ, അല്ലെങ്കിൽ ഘടന സ്ട്രക്ചറലിസം എന്ന് നമുക്ക് ഇതിനെ വിളിക്കാം. ഓക്കെ, ഇൻട്രോസ്പെക്ഷൻ വാസ് എ കീ മെത്തേഡ് ഇൻ വിച്ച് സ്കൂൾ ഓഫ് സൈക്കോളജി എന്നായിരുന്നു. ബിഹേവിയറിസം, ഫങ്ഷണലിസം, സ്ട്രക്ചറലിസം, ഹ്യൂമനിസം ആയിരുന്നു ഇതിന്റെ ആൻസർ എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ. അടുത്തത് രണ്ടാമത്തെ ടോപ്പിക് വികാസ തലങ്ങളാണ്. രണ്ടാമത് നമ്മൾ സെലക്ട് ചെയ്തിരിക്കുന്ന ടോപ്പിക് എന്ന് പറയുന്നത് വികാസ തലങ്ങളാണ്. നമ്മുടെ ക്ലാസ്സിലിരിക്കുന്ന, ഇനി കേട്ടിട്ടൊക്കെ എഴുതിയെടുക്കാൻ വേണ്ടിയിരിക്കുന്ന അധ്യാപകർക്കൊക്കെ വേണ്ടിയിട്ട് നമ്മൾ ക്രിസ്പി ആയിട്ടാണ് നമ്മൾ ഈ ക്ലാസ് ഷെഡ്യൂൾ ചെയ്തിരിക്കുന്നത്. അപ്പൊ ക്രിസ്പി ആയിട്ടുള്ള ക്ലാസ്സുകളിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് കുറെ കാര്യങ്ങൾ കിട്ടുന്നതാണ്. വികാസ തലങ്ങളില് ഒരു വ്യക്തിയുടെ ശാരീരിക മാറ്റങ്ങളെ വളർച്ച എന്നും, ഒരു വ്യക്തിയുടെ ഇപ്പൊ വികാസ തലങ്ങളെ കുറിച്ചാണ് നമ്മളൊന്ന് അറിയാൻ പോകുന്നത്. വ്യക്തിയുടെ ശരീരമാറ്റങ്ങളെ നമ്മൾ എന്താ വിളിക്കുന്നത്? വളർച്ച എന്ന് വിളിക്കുന്നുണ്ട്. മാനസികവും വൈകാരികവുമായിട്ടുള്ള മാറ്റങ്ങളെ വികാസം എന്നും വിളിക്കുന്നുണ്ട്. മാനസികവും വൈകാരികവുമായിട്ടുള്ള മാറ്റങ്ങളെ എങ്ങനെയാ വിളിക്കുന്നത്? വികാസം എന്നും വിളിക്കുന്നുണ്ട്. വളർച്ച എന്ത് ചെയ്യാവുന്നതാണ്? വളർച്ച അളന്ന് തിട്ടപ്പെടുത്താവുന്നതാണ്. വളർച്ച അളന്ന് തിട്ടപ്പെടുത്താൻ പറ്റുന്നതാണ്. പക്ഷെ വികാസം അളന്ന് തിട്ടപ്പെടുത്താൻ കഴിയില്ല. ഒരു വ്യക്തിയുടെ ശാരീരിക മാറ്റങ്ങളെ വളർച്ച എന്നും മാനസികവും വൈകാരികവുമായ മാറ്റങ്ങളെ എന്തുമാണ് വിളിക്കുന്നത്? വികാസം എന്നുമാണ് വിളിക്കുന്നത്. അപ്പൊ ഈ വികാസ തലങ്ങളിലെ ഈ ക്രോയുടെ അഭിപ്രായത്തിൽ, ക്രോയിന് എല്ലാവർക്കും അറിയാം അല്ലെ? ഈ ഒരു ഇതിലൊക്കെ പഠനങ്ങളിലൊക്കെ ഒരുപാട് അഭിപ്രായം പറയുന്ന ഇങ്ങനത്തെ ഡെഫിനിഷൻസ് ഒക്കെ തന്നിട്ടുള്ള ആളാണ്. വളർച്ച ഘടനാപരവും ശാരീരികവുമായ മാറ്റത്തെയാണ് കുറിക്കുന്നതെന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. വളർച്ച ഘടനാപരവും ശാരീരികവുമായിട്ടുള്ള മാറ്റങ്ങളെയാണ് വളർച്ച
കാണിക്കുന്നത് ഘടനാപരവും ശാരീരികവുമായിട്ടുള്ള മാറ്റങ്ങളെയാണ് വളർച്ച എന്ന് പറയുന്നത്. എന്നാൽ വികാസം എന്ന് പറയുന്നത് വളർച്ചയോടൊപ്പം എന്തൊക്കെ കാര്യങ്ങൾ മനുഷ്യരിൽ സംഭവിക്കുന്നുണ്ട്? പരിസ്ഥിതിയുടെ സ്വാധീനം വഴി വ്യവഹാരത്തിൽ വന്നു ചേരുന്ന മാറ്റങ്ങളെ കുറിക്കുന്നുണ്ട്. വ്യവഹാരത്തിൽ കുറെ മാറ്റങ്ങൾ പരിസ്ഥിതിയുടെ സ്വാധീനം വഴി വരാറുണ്ട്. അപ്പൊ ഇങ്ങനെ വരുന്ന മാറ്റങ്ങളെയാണ് വികാസം എന്ന് പറയുന്നത്. ഇപ്പൊ നമ്മൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ തലച്ചോറിന്റെ വലിപ്പം വർദ്ധിക്കും, തലച്ചോറിന്റെ തൂക്കം വർദ്ധിക്കും. ഇതൊക്കെ വളർച്ചയിൽ വരുന്നതാണ്. ഓക്കെ, അപ്പൊ നമുക്ക് എന്ത് പറയാം? തലച്ചോറ് വളരുന്നു എന്ന് പറയാം. എന്ത് പറയാം? തലച്ചോറ് വളരുന്നു എന്ന് പറയാം. നമ്മുടെ ബ്രെയിൻ വളർന്നുകൊണ്ടേയിരിക്കുന്നു അല്ലെ. എന്നാൽ ബുദ്ധിയുടെ സൂക്ഷ്മവും കാര്യക്ഷമവുമായ ഉപയോഗം, ബുദ്ധി എന്ന് പറയുന്നത് സൂക്ഷ്മമായിട്ട് ഉപയോഗിക്കണം, കാര്യക്ഷമമായിട്ട് ഉപയോഗിക്കണം. വികാസം എന്ന് പറയുന്നത് നമ്മുടെ വളർച്ചയോടൊപ്പം തന്നെ പരിസ്ഥിതിയുടെ സ്വാധീനം വഴി വ്യവഹാരത്തിൽ വന്നു ചേരുന്ന മാറ്റങ്ങളാണ്. അപ്പോൾ ബുദ്ധിയുടെ സൂക്ഷ്മവും കാര്യക്ഷമവുമായ ഉപയോഗത്തിനെ എന്ത് പേരാണ് വിളിക്കുന്നത്? അതിനെ വികാസം എന്നാണ് വിളിക്കുന്നത്. എന്നാൽ ബ്രെയിൻ വളരുന്നു, പക്ഷെ ഇന്റലിജൻസ് എന്ന് പറയുന്നത് എന്താണ്? അത് വികാസമാണ്. വികാസമാണ്. ബുദ്ധി വികസിക്കുന്നു എന്നുള്ളത് വികാസമാണ്. ബുദ്ധി വികസിക്കുന്നു എന്നുള്ളത് എന്താണ്? ബുദ്ധി വികസിക്കുന്നു എന്നത് വികാസമാണ്. തലച്ചോറ് വളരുന്നു എന്നുള്ളത് എന്താണ്? വളർച്ചയാണ്. ഓക്കെ ആണല്ലോ. ഇനി ഇമ്പോർട്ടന്റ് ആയിട്ട് പറയാനുള്ള ഒരു ഭാഗമാണ് വികാസ തത്വങ്ങൾ അല്ലെങ്കിൽ പ്രിൻസിപ്പിൾസ് ഓഫ് ഡെവലപ്മെന്റ് എന്ന് പറയുന്നത്. പ്രിൻസിപ്പിൾസ് ഓഫ് ഡെവലപ്മെന്റ് എല്ലാ പരീക്ഷകളിലും ഈ ഭാഗത്ത് നിന്ന് ചോദ്യം കാണാറുണ്ട്. അപ്പോൾ ഇതിന്റെ പ്രിൻസിപ്പിൾസ് എല്ലാം പഠിച്ചു കഴിഞ്ഞാൽ ഈ ചോദ്യത്തിന്റെ ഉത്തരം വളരെ ഈസി ആയിട്ട് നിങ്ങൾക്ക് എഴുതാനായിട്ട് സാധിക്കും. അപ്പോൾ വികാസം എന്ന് പറയുന്നത്, ആദ്യമായിട്ട് പറയുന്നത് വികാസം എന്താണ്? ഒരു അനസ്യൂത പ്രക്രിയയാണ്. വികാസം എന്താണ്? ഒരു അനസ്യൂത പ്രക്രിയയാണ്. കണ്ടിന്യൂസ് ആയിട്ടുള്ള ഒരു പ്രോസസ് ആണ് വികാസം എന്ന് പറയുന്നത്. വികാസം എന്ന് പറയുന്നത് ഇറ്റ്സ് എ കണ്ടിന്യൂസ് പ്രോസസ്. വികാസം ഒരു നിശ്ചിത മാതൃക പിന്തുടരുന്നുണ്ട്. ഇതെന്ത് ചെയ്യുന്നുണ്ട്? ഒരു ട്രെൻഡ് ഉണ്ട്. വികാസത്തിന് ഒരു ട്രെൻഡ് ഉണ്ട്, ഒരു നിശ്ചിത മാതൃകയുണ്ട്. വികാസം എന്ന് പറയുന്നത് ഒരു സെഫാലോ കോഡിൽ, ആ ട്രെൻഡ് എന്ന് പറയുന്നത് സെഫാലോ കോഡിൽ ആണ്. തലയുടെ ഭാഗത്ത് നിന്നും പാദഭാഗത്തേക്കാണ് വളർച്ച. കുട്ടിയുടെ തലച്ചോറ് അല്ലെ, തലയുടെ വലിപ്പം ഒക്കെ വെച്ചിട്ട് നിങ്ങൾക്ക് തലഭാഗത്ത് നിന്ന് തുടങ്ങി പാദഭാഗത്തേക്കാണ് ഇത് പുരോഗമിക്കുന്നത്. വികാസം എന്താണെന്നാണ് നമ്മൾ പറഞ്ഞത്? സെഫാലോ കോഡൽ ആണ്. ഇതൊരു നിശ്ചിത മാതൃക പിന്തുടരുന്നു. പഠിച്ചു വെക്കണേ. വികാസം സെഫാലോ കോഡൽ എന്നതുപോലെ തന്നെ പ്രോക്സിമോ ഡിസ്റ്റൽ ആണ്. എന്ന് വെച്ചാൽ എന്താണ്? പ്രോക്സിമോ ഡിസ്റ്റൽ ആണെന്ന് പറയുമ്പോൾ ഇത് ഇവിടെ കാണിച്ചിട്ടുണ്ട്. ഗ്രോത്ത് പാറ്റേൺ ഫ്രം സെന്റർ ഓഫ് ദി ബോഡിയിൽ നിന്ന് എങ്ങോട്ടാണ് വരുന്നത്? എക്സ്ട്രീമിറ്റീസിലേക്ക് വരുന്നു. ഇപ്പൊ സെന്റർ ഓഫ് ദി ബോഡിയിൽ നിന്ന് കൈകൾ വളരുന്നു, കാലുകൾ വളരുന്നു, അങ്ങനെയുള്ള ഒരു വളർച്ചയാണ് പ്രോക്സിമോ ഡിസ്റ്റൽ എന്ന് പറയുന്നത്. ഇനി വികാസം എന്ന് പറയുന്നത് സാമാന്യമായതിൽ നിന്ന് സവിശേഷമായതിലേക്ക്, ജനറൽ ടു സ്പെസിഫിക് ആണ്. സാമാന്യമായതിൽ നിന്ന് സവിശേഷത്തിലേക്ക് പോകുന്നതാണ് വികാസം. ജനറൽ ടു സ്പെസിഫിക് ആണ്. വികാസം ക്യുമുലേറ്റീവ് ആണ്. വികാസം എന്താണ്? സഞ്ചിതമാണ് അല്ലെങ്കിൽ ക്യുമുലേറ്റീവ് ആണ്. വികാസം സഞ്ചിതമാണ് അല്ലെങ്കിൽ ക്യുമുലേറ്റീവ് ആണ് എന്ന് നമുക്ക് പറയാം. അതുപോലെ വികാസം എന്താണ്? ക്രമാനുസൃതമാണ്, സീക്വൻഷ്യൽ ആണ്. വികാസം ക്രമാനുസൃതമാണ്, സീക്വൻഷ്യൽ ആണ്. വികാസത്തിലെ ഇൻഡിവിജ്വൽ ഡിഫറൻസ് അല്ലെങ്കിൽ വ്യക്തി വ്യത്യാസം കാണപ്പെടുന്നു. വികാസത്തിൽ എന്ത് കാണപ്പെടുന്നു? വ്യക്തി വ്യത്യാസം കാണപ്പെടുന്നു. വികാസം പ്രവചനക്ഷമമാണ്. വികാസം എങ്ങനെയാണ്? പ്രവചനക്ഷമമാണ്. പ്രവചിക്കാൻ കഴിയുന്നതാണ് വികാസം. വികാസം പാരമ്പര്യങ്ങളെയും പരിസ്ഥിതികളെയും പരിപക്വനത്തെയും ആശ്രയിച്ചിരിക്കുന്നു. എന്തിനെയൊക്കെ ആശ്രയിച്ചിരിക്കുന്നു? പാരമ്പര്യം, ഹെറിഡിറ്റി, എൻവയോൺമെന്റ്, പരിസ്ഥിതി, പരിപക്വനം, മെച്ചുറേഷൻ, ഇതിനെയൊക്കെ ആശ്രയിച്ചിരിക്കുന്നു എന്നാണ് പറയുന്നത്. വികാസം ഗുണപരമാണ്, ക്വാളിറ്റേറ്റീവ് ആണ്, ഗുണപരമാണ്. അപ്പൊ നമ്മൾ ഓടിച്ചൊന്ന് നോക്കാം. വികാസത്തെ കുറിച്ച് പറഞ്ഞത് ഒരു അനസ്യൂത പ്രക്രിയയാണ്, കണ്ടിന്യൂസ് പ്രോസസ് ആണ്, നിശ്ചിത മാതൃക പിന്തുടരുന്നുണ്ട്, സെഫാലോ കോഡൽ ആണ്, പ്രോക്സിമോ ഡിസ്റ്റൽ ആണ്, സാമാന്യമായതിൽ നിന്നും സവിശേഷത്തിലേക്ക്, ജനറൽ ടു സ്പെസിഫിക് എന്ന് പറയുന്ന ഒരു ഫോമിലാണ് വികാസം നടക്കുന്നത്. വികാസം ഒരു ക്യുമുലേറ്റീവ്, വർദ്ധിച്ചു വരുന്ന ഒരു സഞ്ചിത പ്രക്രിയയാണ് എന്ന് നമുക്ക് പറയാം. പിന്നീട് നമ്മൾ പറഞ്ഞത് വികാസം ക്രമാനുസൃതമാണ് അല്ലെങ്കിൽ സീക്വൻഷ്യൽ ആണ്. വ്യക്തി വ്യത്യാസമുണ്ട്. വികാസം പ്രവചനക്ഷമമാണ് അല്ലെങ്കിൽ പ്രവചിക്കാൻ കഴിയുന്നതാണ്. വികാസം പാരമ്പര്യങ്ങളെയും പരിസ്ഥിതികളുടെയും പരിപക്വനത്തെയും ഒക്കെ ഡിപ്പെൻഡ് ചെയ്താണ് ഇരിക്കുന്നത്. വികാസം ഗുണപരമാണ്. ഓക്കെ ആണല്ലോ. ഇനി
വികാസ മേഖലകൾ എങ്ങനെയാണ് ആശ്രയിച്ചിരിക്കുന്നത്? പരസ്പരം വികാസ മേഖലകൾ ആശ്രയിച്ചിരിക്കുന്നു. വികാസ മേഖലകൾ പരസ്പരം ആശ്രയിച്ചിരിക്കുന്നു എന്ന് നമുക്ക് പറയാം. വളർച്ചയില്ലാതെ തന്നെയും എന്ത് സാധ്യമാണ്? വികാസം സാധ്യമാണ്. വളർച്ച ഇല്ലെങ്കിൽ തന്നെ വികാസം നടക്കുന്നതാണ്. വികാസം പരിപക്വനം മെച്ചുറേഷൻ സംഭവിച്ചു കഴിഞ്ഞാലും അതിനുശേഷവും തുടരുന്നതാണ് വികാസം എന്ന് പറയുന്നത്. പരിപക്വനത്തിന് ശേഷവും തുടരുന്നതാണ്. ഇത്തരം കാര്യങ്ങൾ ഈ വികാസവുമായിട്ട് ബന്ധപ്പെട്ട് ഓർത്തു വെച്ചേക്കാം. ഇനി ഇതിൽ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് ഈ ഭാഗത്തിൽ വന്നിട്ടുള്ള വികാസവുമായിട്ട് ബന്ധപ്പെടുത്തി ചുവടെയുള്ള പ്രസ്താവനകളിൽ ശരിയല്ലാത്ത പ്രസ്താവന ഏത്? വികാസവുമായി ബന്ധപ്പെടുത്തി ചുവടെയുള്ള പ്രസ്താവനകളിൽ ശരിയല്ലാത്ത പ്രസ്താവന ഏത്? വികാസം അനുസ്യൂതമാണ്. വികാസം പരസ്പരം ബന്ധപ്പെട്ട് കിടക്കുന്നു. വികാസം പ്രവചനീയമാണ്. വികാസം രേഖീയമാണ്. കേറ്ററ്റ് കാറ്റഗറി 1 സെപ്റ്റംബർ 25 അതല്ലേ 18-ാം തീയതി നടന്ന എക്സാമിന് ചോദിച്ച ഒരു ചോദ്യമായിരുന്നു. വികാസവുമായിട്ട് ബന്ധപ്പെട്ട ഒരു ചോദ്യമായിരുന്നു. ഇതിന്റെ ആൻസർ എന്ന് പറയുന്നത് നിങ്ങൾ കണ്ടതാണ്. ഇതിന്റെയൊക്കെ പ്രിൻസിപ്പിൾസ്. ശരിയല്ലാത്ത പ്രസ്താവന ഏതെന്നാണ് ചോദ്യം. ശരിയല്ലാത്തത് ഏതെന്നാണ് ചോദ്യം. വികാസം അനുസ്യൂതമാണ്. ശരിയാണോ? ശരിയാണ്. വികാസം പരസ്പരം ബന്ധപ്പെട്ട് കിടക്കുന്നു. ശരിയാണ്. വികാസം പ്രവചനീയമാണ്. വികാസം രേഖീയമാണോ? രേഖീയമല്ല. വികാസ രേഖീയമാണെന്നൊരു പോയിന്റ് നമ്മൾ പഠിച്ചിരുന്നു. അപ്പൊ ഇതിന്റെ ആൻസർ എന്ന് പറയുന്നത് ഡി ആണ്. ഓക്കെ അല്ലേ? അടുത്തതായിട്ട് മൂന്നാമത്തെ ടോപ്പിക് എന്ന് പറയുന്നത് പിയാഷെസ് തിയറി ഓഫ് കോഗ്നിറ്റീവ് ലേണിംഗ് ആണ്. പിയാഷെയുടെ വൈജ്ഞാനിക പഠന സിദ്ധാന്തം എന്നുള്ള ഒരു ഭാഗമാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. പിയാഷെസ് തിയറി ഓഫ് കോഗ്നിറ്റീവ് ഡെവലപ്മെന്റ്, വൈജ്ഞാനിക പഠന സിദ്ധാന്തം. ഈ ഒരു സിദ്ധാന്തത്തെ സൈക്കോജനറ്റിക് എപ്പിസ്റ്റമോളജി എന്നാണ് അദ്ദേഹം വിശേഷിപ്പിച്ചത്. ഈ ഒരു സിദ്ധാന്തത്തെ, വൈജ്ഞാനിക പഠന സിദ്ധാന്തത്തെ അദ്ദേഹം വിശേഷിപ്പിച്ചത് സൈക്കോജനറ്റിക് എപ്പിസ്റ്റമോളജി എന്ന് തന്നെയാണ്. അല്ലെങ്കിൽ മനോജനിത വൈജ്ഞാനീയം എന്ന് നമുക്ക് മലയാളത്തിൽ വിളിക്കാം. മനോജനിത വൈജ്ഞാനീയം എന്നാണ് പിയാഷെ ഈ ഒരു തിയറിയെ വിശേഷിപ്പിച്ചത്. അപ്പോൾ മനോവൈജ്ഞാനിക സിദ്ധാന്തം നമുക്കറിയാം. ജനറ്റിക് എപ്പിസ്റ്റമോളജി എന്നും ഈ തിയറി അറിയപ്പെടുന്നു എന്നൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഇനി വൈജ്ഞാനിക വാദപ്രകാരം നടക്കുന്നത് എന്താണ്? ആദ്യം പറഞ്ഞ സ്റ്റിമുലസ് റെസ്പോൺസ് പോലെയല്ല, സ്റ്റിമുലസ് റെസ്പോൺസ് അല്ല എന്നാണ് ഈ വാദം പറയുന്നത്. വൈജ്ഞാനിക വാദപ്രകാരം എന്താണ്? പഠനം നടക്കുന്നത് ചോദകങ്ങൾക്കായിട്ടുള്ള പ്രതികരണമായല്ല. പഠനം നടക്കുന്നത് എവിടെയാണ്? പഠിതാക്കളുടെ മനസ്സിലാണ്. പഠനം നടക്കുന്നത് എവിടെയാണ്? പഠിതാക്കളുടെ മനസ്സിലാണെന്നാണ് ഈ വാദം ഉന്നയിക്കുന്നത്. ഓക്കെ. പിയാഷെ വൈജ്ഞാനിക ഘടനയുടെ അടിസ്ഥാന ഘടകം എന്താണെന്ന് പറഞ്ഞിട്ടുണ്ട്? സ്കീമയാണെന്ന് പറഞ്ഞിട്ടുണ്ട്. വൈജ്ഞാനിക ഘടനയുടെ അടിസ്ഥാന ഘടകം എന്താണെന്ന് പറഞ്ഞിട്ടുള്ളത്? സ്കീമയാണെന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. സ്കീമ എന്ന് പറഞ്ഞാൽ എന്താണ്? ബേസിക് ബിൽഡിംഗ് ബ്ലോക്സ് ആണ്. മൈൻഡിലെ ബേസിക് ആയിട്ടുള്ള ബിൽഡിംഗ് ബ്ലോക്സ് പോലെ ഒരു ബിൽഡിംഗ് ബ്ലോക്ക് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ആ ബിൽഡിംഗ് ബ്ലോക്ക് പോലെ ഇത് നോക്കൂ. ഈ ബിൽഡിംഗ് ബ്ലോക്ക് പോലെ അടക്കി ഇതുപോലെ ഓർഡറിൽ വെച്ചിട്ടുള്ളതാണ് മനുഷ്യന്റെ മനസ്സിലെ സ്കീമ എന്ന് പറയുന്നത്. വൈജ്ഞാനികമായിട്ടുള്ള കോഗ്നിറ്റീവ് സ്ട്രക്ചറിന്റെ അടിസ്ഥാന ഘടകമാണ് എന്ത്? ബേസിക് ആയിട്ടുള്ള ബിൽഡിംഗ് ബ്ലോക്ക് ആണ് സ്കീമ എന്ന് പറയുന്നത്. സ്കീമകളുടെ ശ്രേണിയെ സ്കീം എന്നാണ് വിളിക്കുന്നത്. സ്കീമകളുടെ ശ്രേണിയെ എന്ത് വിളിച്ചു? സ്കീം എന്ന് വിളിച്ചു. സ്കീം കൂടിച്ചേർന്നതിനെ സ്കീമാറ്റ് എന്ന് വിളിച്ചു. അതുപോലെ മറ്റൊരു പോയിന്റ് ആണ്, കുട്ടികളെ അദ്ദേഹം വിശേഷിപ്പിച്ചത് കൊച്ചു ശാസ്ത്രജ്ഞർ എന്നാണ്. കുട്ടികളെ വിശേഷിപ്പിച്ചത് കൊച്ചു ശാസ്ത്രജ്ഞർ എന്ന് തന്നെയാണ് പിയാഷെ വിശേഷിപ്പിച്ചത്. അപ്പൊ വൈജ്ഞാനിക ഘടനയുടെ അടിസ്ഥാന ഏകകം സ്കീമയാണ്. സ്കീമകളുടെ ശ്രേണിയെ സ്കീം എന്ന് വിളിച്ചു. സ്കീം കൂടിച്ചേർന്ന സ്കീമാറ്റുകൾ. ആ കാര്യം ഓർത്തു വയ്ക്കുക. അപ്പൊ സ്കീമ എന്നുള്ളൊരു കാര്യം കൊണ്ടുവന്നിട്ടുള്ളത് ആരുടെ ആശയമാണ്? അത് പിയാഷെയുടെ ആശയമാണ്. സ്കീമ എന്ന് പറയുന്നത് ഒരു കോഗ്നിറ്റീവ് സ്ട്രക്ചറിന്റെ അടിസ്ഥാന ഘടകമാണ്, അടിസ്ഥാന ഏകകമാണ്. ആ സ്കീമുകൾ ഓരോന്നോരോന്ന് നമ്മൾ മുന്നേ പറഞ്ഞിട്ടുള്ള എക്സാമ്പിൾ തന്നെ ഒരു കൊച്ചുകുട്ടിക്ക് ഒരു ഹോസ്പിറ്റൽ എന്ന് പറയുമ്പോൾ കുഞ്ഞ് ആയിരിക്കുമ്പോൾ തൊട്ട് അവർക്ക് ആ ഒരു കുഞ്ഞു കുട്ടിക്ക് എപ്പോഴും ഹോസ്പിറ്റൽ എന്ന് പറയുമ്പോൾ പെയിൻഫുൾ ആയിട്ടുള്ള കാര്യങ്ങൾ സമ്മാനിക്കുന്നതാണ്. മരുന്ന്, ഇഞ്ചക്ഷൻ, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആയിരിക്കാം കുഞ്ഞിന് ഹോസ്പിറ്റൽ എന്ന് പറയുമ്പോൾ. അവിടുത്തെ ഡോക്ടേഴ്സ്, സിസ്റ്റർമാര്. അതിനുശേഷം കുട്ടി വലുതായി കഴിയുമ്പോൾ കുട്ടിയുടെ ഇതിലേക്ക് ആ ഒരു സ്ട്രക്ചറിലേക്ക് ആ ഒരു സ്കീമകൾ ഓരോന്നോരോന്ന് ആയിട്ട് അടുക്കി വെച്ചൊരു സ്ട്രക്ചർ രൂപം കൂടുകയാണ് അല്ലെ. ഹോസ്പിറ്റൽ എന്ന് പറയുന്നത് എന്താണെന്ന് കറക്റ്റ് ആയിട്ട് ഹോസ്പിറ്റലിൽ അസുഖം വരുമ്പോൾ പോകാനുള്ളതാണ്, ട്രീറ്റ് ചെയ്യാനുള്ളതാണ് എന്നുള്ള വലിയ വലിയ കൺസെപ്റ്റുകളിലേക്കും ഹോസ്പിറ്റലിൽ ഓരോരോ സ്കീമുകൾ ആ ഒരു സ്കീമയുടെ കൂടെ അടുക്കി വെച്ചാണ് ആ ഒരു ഹോസ്പിറ്റൽ എന്നുള്ള ഒരു കാര്യം കുട്ടിയുടെ മനസ്സിലേക്ക് എത്തുന്നത്. ഓക്കെ, മനസ്സിലായല്ലോ?
അപ്പോൾ അദ്ദേഹം കുറച്ച് ആശയങ്ങൾ മുന്നോട്ട് വെച്ചു. അതിലൊന്നാണ് സ്വാംശീകരണം അല്ലെങ്കിൽ അസിമിലേഷൻ. എന്താണ് ടേംസ് ഒന്ന് പഠിക്കാനുണ്ട്, അസിമിലേഷൻ അല്ലെങ്കിൽ സ്വാംശീകരണം. രണ്ടാമത്തെയാണ് സമായോജനം അല്ലെങ്കിൽ അഡാപ്റ്റേഷൻ. സമായോജനം അല്ലെങ്കിൽ അഡാപ്റ്റേഷൻ. ഈ അടുത്തത് സംസ്ഥാപനമാണ് അക്കോമഡേഷൻ. ഈ 3 ടേംസുകളും ഒന്ന് അറിഞ്ഞു വെക്കാനുണ്ട്. അസിമിലേഷൻ എന്ന് പറയുന്നത് സ്വാംശീകരണം, അഡാപ്റ്റേഷൻ എന്ന് പറയുന്നത് സമായോജനം, പരിസ്ഥിതിയുമായിട്ട് അല്ലെങ്കിൽ ഏത് സിറ്റുവേഷൻ ആണ് അതായിട്ട് അഡാപ്റ്റ് ചെയ്ത് പോകേണ്ട അവസ്ഥ. അക്കോമഡേഷൻ എന്ന് പറയുമ്പോൾ അതിലേക്ക് അക്കോമഡേറ്റ് ചെയ്യുന്നു. ഇങ്ങനത്തെ ഈ പ്രോസസ്സുകളെല്ലാം കണക്റ്റഡ് ആണ്. ഈ സംജ്ഞകളെല്ലാം വിശദീകരിച്ചത് ആരാണ്? പിയാഷെയാണ്. അദ്ദേഹത്തിന്റെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ബുക്കാണ് ലാംഗ്വേജ് ആൻഡ് തോട്ട് എന്ന് പറയുന്നത്. അദ്ദേഹത്തിന്റെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ബുക്കാണ് ലാംഗ്വേജ് ആൻഡ് തോട്ട് എന്ന് പറയുന്നത്. ഇനി എന്താണ് സ്വാംശീകരണം അല്ലെങ്കിൽ അസിമിലേഷൻ എന്ന് പറയുന്നത്? വൈജ്ഞാനിക ഘടനയിലുള്ള പരിചിത സ്കീമയുമായി ബന്ധപ്പെടുത്തുക വഴി അപരിചിതമായ ഒരു സ്കീമയെ പരിചിതമാക്കി മാറ്റുന്ന പ്രക്രിയയാണ്. ഇപ്പൊ ഒരു വൈജ്ഞാനിക ഘടനയിലേക്ക് ഒരു പുതിയ സ്കീമ എത്തുകയാണ്, അപരിചിതമായിട്ടുള്ള ഒരു സ്കീമ വരികയാണ്. ആ സ്കീമയെ എന്താക്കി മാറ്റുന്നു? പരിചിത സ്കീമയുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടാണ്, നമ്മൾ ആദ്യം പറഞ്ഞ പോലെ ബന്ധപ്പെടുത്തിയിട്ടാണ് അത് പരിചിതമാക്കി മാറ്റുന്നത്. ആ പ്രോസസ്സിനെ സ്വാംശീകരിക്കുക എന്നാണ് പറയുന്നത്. സ്വാംശീകരണം അല്ലെങ്കിൽ അസിമിലേറ്റ് ചെയ്യുക എന്നാണ് പറയുന്നത്. ഈ അസിമിലേഷൻ പ്രോസസ്സിൽ നമ്മൾ ക്ലാസ്സിലൊക്കെ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. ഇക്വിലിബ്രിയം, ഡിസിക്വിലിബ്രിയം സംഭവിക്കും. അതിനുശേഷം അതുമായിട്ട് അഡ്ജസ്റ്റഡ് ആയിട്ട് ഇക്വിലിബ്രിയം സംഭവിക്കും, അല്ലെ? അത് അങ്ങോട്ടും ഇങ്ങോട്ടും ആയിട്ട് നിൽക്കുമ്പോൾ ഒന്ന് അപരിചിതമാണ്, ഒന്ന് പരിചിതമാണ്. അപ്പോൾ ഒരു ബാലൻസ് വ്യത്യാസം വരും. അങ്ങനെ ബാലൻസ്ഡ് ആയി അവിടെ ഇക്വിലിബ്രിയം സംഭവിക്കും. അങ്ങനെയാണ് അവിടെ അസിമിലേഷൻ അടുത്തടുത്ത പ്രോസസ്സിലേക്ക് പോകുന്നത്. അപ്പോൾ അസിമിലേഷൻ എന്ന് പറയുന്ന പരിസ്ഥിതിയുമായിട്ട് ഇടപെട്ടുകൊണ്ട് സ്കീമുകൾ നിർമ്മിച്ചെടുക്കുന്ന പ്രക്രിയയാണ് സമായോജനം എന്ന് പറയുന്നത്. അപ്പൊ സമായോജനം അല്ലെങ്കിൽ അഡാപ്റ്റേഷൻ എന്നൊരു പോയിന്റ് കൂടി ഇവിടെയുണ്ട്. അഡാപ്റ്റേഷൻ. ഈ അഡാപ്റ്റേഷൻ എന്ന് പറയുന്ന പ്രോസസ്സിന്, ആ പ്രക്രിയയ്ക്ക് 2 ഘട്ടങ്ങളാണുള്ളത്. അപ്പൊ പരിസ്ഥിതിയുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് എന്ത് ചെയ്യണം? ഈ സ്കീമുകൾ ഉണ്ടാക്കണം, അല്ലെ? സ്കീമുകൾ ഉണ്ടാക്കുന്ന പ്രക്രിയയാണ്, നിർമ്മിച്ചെടുക്കുന്ന പ്രക്രിയയാണ് സമായോജനം എന്ന് പറയുന്നത്. സമായോജനം നടക്കണമെങ്കിൽ അതിന് 2 ഘട്ടങ്ങളാണ് മെയിൻ ആയിട്ടുള്ളത്. ഒന്നാണ് സ്വാംശീകരണം, ഒന്നാണ് സംസ്ഥാപനം, അസിമിലേഷനും അക്കോമഡേഷനും. അതിൽ ഈ പ്രോസസ്സുകളിലൂടെ കടന്നു പോകുമ്പോൾ അസന്തുലിതാവസ്ഥ ഉണ്ടാവുന്നു, ഡിസിക്വിലിബ്രിയം സംഭവിക്കുന്നു, അതിനുശേഷം സന്തുലനം അല്ലെങ്കിൽ ഇക്വിലിബ്രേഷൻ സംഭവിക്കുന്നു. അതിനുശേഷമാണ് വൈജ്ഞാനിക ഘടനയിൽ ഏറ്റവും അനുയോജ്യമായിട്ടുള്ള ഒരു സ്ഥാനം കണ്ടെത്തുന്നു. ആ പ്രക്രിയയാണ് സംസ്ഥാപനം എന്ന് പറയുന്നത്. അക്കോമഡേഷൻ, അവിടെ അക്കോമഡേറ്റ് ചെയ്യപ്പെടുകയാണ്. നമ്മൾ മുന്നൊരു എക്സാമ്പിൾ പറഞ്ഞിരുന്നു. ഒരു ചെയർ ഉള്ളൂ, 2 ആക്കി ഇരിക്കണം. അത് ആദ്യം ആ ചെയറിലേക്ക് വന്ന്, അല്ലെങ്കിൽ ഒരു ബസ്സിലെ സീറ്റ് ആണെങ്കിൽ നിങ്ങൾ ഡെയിലി ലൈഫിൽ ഒരു എക്സാമ്പിൾ എടുക്കുക. ഒരു സീറ്റിലേക്ക് 2 പേർക്ക് ഇരിക്കാവുന്ന സീറ്റിലേക്ക് ഒരാളും കൂടെ അവിടേക്ക് ജോയിൻ ചെയ്യുന്നു. ആദ്യം അവർ വളരെ കംഫർട്ട് ആയിട്ടുള്ള അവസ്ഥയിൽ പോയപ്പോൾ പുതിയത് 3ാമതൊരാൾ വന്നപ്പോൾ അവിടെ ഒരു ഡിസ്ക്വിലിബ്രിയം അല്ലെങ്കിൽ അസന്തുലിതാവസ്ഥ നേരിട്ടു. ഈ അസന്തുലിതാവസ്ഥ കുറച്ചു നേരം ഇരുന്ന് ബസ്സൊക്കെ ബ്രേക്ക് ഒക്കെ പിടിച്ചു കഴിഞ്ഞപ്പോൾ എന്തായി? അവിടെ സന്തുലനം അല്ലെങ്കിൽ ഇക്വിലിബ്രേഷൻ സംഭവിച്ചു. ഇക്വിലിബ്രേഷൻ സംഭവിച്ചതിന് ശേഷം ആ ഘടനയിൽ എന്ത് സംഭവിച്ചു? ഏറ്റവും അനുയോജ്യമായിട്ടുള്ള ഒരു സ്ഥാനം കണ്ടെത്തി. ആ പ്രക്രിയയാണ് സംസ്ഥാപനം എന്ന് വിളിക്കുന്നത്. ഓക്കെ, ഇനി എന്താണ് നമ്മുടെ ഈ ടോപ്പിക്കിന്റെ പ്രാധാന്യം എന്ന് പറയുന്നത്? സ്കീമ എന്ന ആശയവുമായിട്ട് ബന്ധപ്പെട്ട മനഃശാസ്ത്രജ്ഞർ ഏതെന്ന് ഈ കഴിഞ്ഞ എക്സാമിന് 21 എക്സാമിന് ചോദിച്ചിട്ടുണ്ട്. വർഷം ഇവിടെ നോട്ട് ചെയ്തിട്ടില്ല. ഈ ക്വസ്റ്റ്യൻ പ്രീവിയസ് ആണ്. 2021 ചോദിച്ചൊരു ചോദ്യമാണ്. കേറ്റിട്ട് തന്നെ ചോദിച്ചിട്ടുള്ള ചോദ്യമാണ്. സ്കീമ എന്ന ആശയവുമായി ബന്ധപ്പെട്ട മനഃശാസ്ത്രജ്ഞൻ ഏതെന്നാണ്. നമുക്ക് ഇതിന്റെ ആൻസർ ഇതിൽ തന്നെ ഉണ്ട്. പിയാഷെയാണ് ഇതുമായിട്ട് ബന്ധപ്പെട്ട ശാസ്ത്രജ്ഞൻ എന്ന് പറയുന്നത്. ഈ ഭാഗത്തുനിന്ന് ചോദ്യം ഉറപ്പാണ്. നമ്മുടെ അടുത്ത ടോപ്പിക്കാണ് ടോപ്പിക് 4, എറിക് എറിക്സൺ. എറിക് എറിക്സന്റെ സാമൂഹിക വികാസം അല്ലെങ്കിൽ സൈക്കോ സോഷ്യൽ ഡെവലപ്മെന്റ്. കുറച്ച് ഒരു വലിയ ടോപ്പിക്കാണ്. അപ്പോൾ നമ്മൾ ഇതിന്റെ പേരുകൾ മാത്രം നമ്മൾ മെൻഷൻ ചെയ്ത് നമ്മൾ ഇന്ന് ക്ലാസ്സിൽ ഇതിന്റെ ചോദ്യം ഡിസ്കസ് ചെയ്യും. സാമൂഹിക ജീവിതത്തിലെ മാനസിക പ്രതിസന്ധികളാണ് അദ്ദേഹം വിശദീകരിച്ചത്. സാമൂഹിക ജീവിതത്തില് സൈക്കോ സോഷ്യൽ ആയിട്ടുള്ള ഡെവലപ്മെന്റിനെ കുറിച്ചാണ്, അല്ലെങ്കിൽ സാമൂഹികമായിട്ടുള്ള വികാസത്തെ കുറിച്ചാണ് അദ്ദേഹം എക്സ്പ്ലെയിൻ ചെയ്തത്. എറിക് എറിക്സൺ എന്ന് പറയുമ്പോൾ നമുക്കറിയാം, നമ്മൾ എറിക് എറിക്സണുമായിട്ട് ബന്ധപ്പെട്ട് പഠിക്കുമ്പോൾ ഐഡന്റിറ്റി ക്രൈസിസ് എന്നുള്ള ഒരു ടേം ആദ്യമായിട്ട് കൊണ്ടുവന്ന ഒരു വ്യക്തിയാണെന്ന് നമുക്ക് ഓർമ്മയുണ്ട്. അദ്ദേഹത്തിന്റെ തിയറികൾ പഠിക്കുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ടിൽ തന്നെ പഠിച്ചിട്ടുണ്ട്, അല്ലെ? സാമൂഹിക ജീവിതത്തിലെ മാനസിക പ്രതിസന്ധികളാണ് അദ്ദേഹം വിശദീകരിച്ചത്. നമുക്കതൊന്നിന്റെ ഒന്നും ആവശ്യമില്ല. മനോസാമൂഹിക വികാസ സിദ്ധാന്തം എന്നാണ് ഇത് അറിയപ്പെടുന്നത്. എങ്ങനെയാണ് അറിയപ്പെടുന്നത്? മനോസാമൂഹിക വികാസ സിദ്ധാന്തം അല്ലെങ്കിൽ
സൈക്കോ സോഷ്യൽ ഡെവലപ്മെന്റ്. എറിക് എറിക്സൺ ആണ് ഈ തിയറി കൊണ്ടുവന്നിട്ടുള്ളത്. ഇവിടെ നമുക്ക് നോക്കിയാൽ ഓരോ സ്റ്റേജസ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. ഇവിടെ കാണാം നമുക്ക്. ഇദ്ദേഹം ജനിച്ചത് ജർമ്മനിയിലാണ്. അമേരിക്കൻ മനഃശാസ്ത്രജ്ഞനാണ്. ജർമ്മനിയിൽ ജനിച്ചു. ഐഡന്റിറ്റി ക്രൈസിസ് എന്ന പദം ആദ്യമായിട്ട് ഉപയോഗിച്ചു. ഇദ്ദേഹത്തിന്റെ ഘട്ടങ്ങളിൽ എത്ര ഘട്ടങ്ങളാണ് പ്രധാനമായിട്ടുള്ളത്? 8 പ്രതിസന്ധി ഘട്ടങ്ങൾ, 8 കോൺഫ്ലിക്ട് സ്റ്റേജസ് ഉണ്ട്. കോൺഫ്ലിക്ട്സുകൾ ഇവിടെ എഴുതിയിട്ടുണ്ട്. കോൺഫ്ലിക്ട് സ്റ്റേജുകൾ എത്ര എണ്ണമാണുള്ളത്? 8 പ്രതിസന്ധി ഘട്ടങ്ങൾ അല്ലെങ്കിൽ കോൺഫ്ലിക്ട് സ്റ്റേജുകളാണ് അദ്ദേഹത്തിന്റെ ഈ ഒരു ഇതിൽ ഉള്ളത്. അദ്ദേഹത്തിന്റെ ഈ ഒരു ഘട്ടങ്ങളിൽ അദ്ദേഹം പറയുന്നത്. ഐഡന്റിറ്റി ക്രൈസിസ് എന്ന പദം ആദ്യമായി ഉപയോഗിച്ചു. അമേരിക്കൻ മനഃശാസ്ത്രജ്ഞനാണ്, ജർമ്മനിയിലാണ് ജനിച്ചതെന്ന് പറയുന്നു. ഇനി ഇദ്ദേഹത്തിന്റെ ഘട്ടങ്ങൾ നമുക്കൊന്ന് ഓടിച്ചു നോക്കാം. ഒന്നാമത്തെ ഘട്ടം ട്രസ്റ്റ് വേഴ്സ് മിസ്ട്രസ്റ്റ്. ഇതിന്റെ പേരുകൾ മാത്രം പരിചയപ്പെടുത്തുക, അതിന്റെ ഏജ് കാറ്റഗറി ഏതിലാണ് വരുന്നത് എന്ന് പരിചയപ്പെടുത്തുക എന്ന് മാത്രമാണ് ഈ ഒരു പോയിന്റുകൾ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇത് വിശദമായിട്ട് നമ്മുടെ ക്ലാസ്സുകളിൽ കൊടുക്കുന്നുണ്ട്. അപ്പൊ ട്രസ്റ്റ് വേഴ്സ് മിസ്ട്രസ്റ്റ്, വിശ്വാസം വേഴ്സ് അവിശ്വാസം, അല്ലെ? വിശ്വാസം അവിശ്വാസം. ട്രസ്റ്റ് വേഴ്സ് മിസ്ട്രസ്റ്റ് എന്ന് പറയുന്ന ഒരു ഭാഗത്ത് ഈ ഒരു ഘട്ടത്തില് ജനനം മുതൽ 1.5 വയസ്സ് വരെയാണ് ഈ ഘട്ടം പോകുന്നത്. ജനനം മുതൽ 1.5 വയസ്സ് വരെ. ഓക്കെ. രണ്ടാമത്തെ ഘട്ടമാണ് ഓട്ടോണമി വേഴ്സ് ഷെയിം ആൻഡ് ഡൗട്ട്. നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. ഓട്ടോണമി വേഴ്സ് ഷെയിം ആൻഡ് ഡൗട്ട്. ലജ്ജയും സംശയവും എന്ന് പറയുമ്പോൾ അപ്പോൾ 1.5 വയസ്സ് മുതൽ 3 വയസ്സ് വരെ. ഇപ്പൊ നമ്മൾ ആദ്യം പറഞ്ഞു ട്രസ്റ്റ് വേഴ്സ് മിസ്ട്രസ്റ്റ്. ഇദ്ദേഹത്തിന്റെ ഓരോ ഘട്ടങ്ങളിലും നമ്മുടെ ഫ്രോയിഡിന്റെ സ്റ്റേജുകളൊക്കെ പറയുന്ന പോലെ തന്നെയാണ് ഇദ്ദേഹവും പറഞ്ഞിട്ടുള്ളത്. എന്ത് തന്നെയാണ് ഇദ്ദേഹം പറഞ്ഞിട്ടുള്ളത്? ട്രസ്റ്റ്, കുട്ടി ജനിക്കുന്ന സമയം മുതൽ 1.5 വയസ്സ് വരെ കുട്ടിക്ക് വിശ്വാസം ഉണ്ടാകും, അവിശ്വാസം ഉണ്ടാകും. അപ്പൊ നിങ്ങൾക്ക് ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഒരു കുഞ്ഞുകുട്ടി ആയിരിക്കുമ്പോൾ ആ കുട്ടിയെ കറക്റ്റായിട്ട് ഫീഡ് ചെയ്യുകയും വേണ്ട പോലെ പരിപാലിക്കുകയും അത്രയും അധികം വിശ്വാസം അമ്മയിൽ ഉണ്ടാവുകയാണ് ചെയ്യുന്നത്. കറക്റ്റ് ടൈമിന് അല്ലെ, അത്രയും പ്രോപ്പർ ആയിട്ട് കുട്ടിയെ മുലയൂട്ടുകയും വളർത്തുകയും ചെയ്യുന്ന അമ്മയോട് കുട്ടിക്ക് ഓട്ടോമാറ്റിക് ആയിട്ട് വിശ്വാസം ജനിക്കുന്നു. ഇനി അങ്ങനെ അല്ല എന്നുണ്ടെങ്കിൽ കുട്ടിക്ക് അവിശ്വാസം രൂപപ്പെടുന്നു. അപ്പോൾ ഓരോ ഘട്ടങ്ങളും, ഈ 8 ഘട്ടങ്ങളിൽ ഓരോ ഘട്ടവും വളരെ സംതൃപ്തിയോടെ മുന്നോട്ട് പോയാൽ അടുത്ത ഘട്ടം വളരെ സക്സസ്ഫുൾ ആയി തീരുമെന്നാണ് എറിക്സൺ അഭിപ്രായപ്പെടുന്നത്. ഓക്കെ, നിങ്ങൾക്ക് മനസ്സിലായെന്ന് കരുതുന്നു. അപ്പോൾ അടുത്തത് ഓട്ടോണമി വേഴ്സ് ഷെയിം ആൻഡ് ഡൗട്ട് ആണ്. ലജ്ജയും സംശയവും രൂപപ്പെടുന്ന സമയമാണ്. ഓരോന്നും അങ്ങനെ തന്നെയാണ്. 1.5 വയസ്സ് മുതൽ 3 വയസ്സ് വരെയുള്ള പ്രായം ഇങ്ങനെയാണ്. ലജ്ജ ഉണ്ടാവുന്ന കുട്ടികളുണ്ടാവും, അതുപോലെ സംശയം ഉണ്ടാവും. അതിന്റെ കൂടുതൽ സ്റ്റേജുകളുമായിട്ട് നമുക്ക് ക്ലാസ്സിൽ അതിന്റെ വിശദീകരണം ഒക്കെ ഉണ്ടാവും. നമുക്കിതിപ്പോ എക്സാം ഓറിയന്റഡ് ആയിട്ടാണ് നമ്മൾ നോക്കുന്നത്. മുൻകൈയെടുക്കൽ വേഴ്സ് കുറ്റബോധം. മൂന്നാമത്തെയാണ് മുൻകൈയെടുക്കൽ അല്ലെങ്കിൽ ഇനീഷ്യേറ്റീവ് വേഴ്സ് ഗിൽറ്റ്. മുൻകൈയെടുക്കലും കുറ്റബോധവും. 3 വയസ്സ് മുതൽ 6 വയസ്സ് വരെയാണ് ഈ ഒരു സ്റ്റേജ് കാണുന്നത്. മുൻകൈയെടുക്കൽ വേഴ്സ് കുറ്റബോധമാണ്. ഇനീഷ്യേറ്റീവ് വേഴ്സ് ഗിൽറ്റ്. ഓക്കെ. നാലാമത്തെയാണ് പരിശ്രമം അപകർഷത. ഇൻഡസ്ട്രി വേഴ്സ് ഇൻഫീരിയോറിറ്റി. ഏതാണ്? ഇൻഡസ്ട്രി വേഴ്സ് ഇൻഫീരിയോറിറ്റി. 6 മുതൽ 12 വയസ്സ് വരെയാണ് ഈ ഒരു പ്രായം കാണപ്പെടുന്നത്. 6 വയസ്സ് മുതൽ 12 വയസ്സ് വരെ. ഓക്കെ ആണല്ലോ? 6 വയസ്സ് വരെ 12 വയസ്സ് വരെ ഇൻഡസ്ട്രി വേഴ്സ് ഇൻഫീരിയോറിറ്റി ആണ്. പരിശ്രമം വേഴ്സ് അപകർഷത. ഓക്കെ. അടുത്തത് അസ്തിത്വബോധം വ്യക്തിത്വ സ്ഥാന പ്രതിസന്ധി. അസ്തിത്വബോധവും വ്യക്തിത്വ സ്ഥാന പ്രതിസന്ധിയും. ഐഡന്റിറ്റി വേഴ്സ് റോൾ കൺഫ്യൂഷൻ. നമുക്കറിയാവുന്ന സ്റ്റേജ് ആണിത്. ഐഡന്റിറ്റി വരുന്നത്, അതുപോലെ റോൾ കൺഫ്യൂഷൻ വരുന്ന സ്റ്റേജ് എന്ന് പറയുന്നത് എപ്പോഴും ഒരു അഡോളസൻസ് പ്രായം എന്ന് നമുക്ക് ഓർത്തിരിക്കാം. 12 വയസ്സ് മുതൽ 18 വയസ്സ് വരെയാണ് ഇതിൽ വരുന്നത് കേട്ടോ. 12 വയസ്സ് മുതൽ 18 വയസ്സ് വരെ ഐഡന്റിറ്റി വേഴ്സ് റോൾ കൺഫ്യൂഷൻ ആണ്. അപ്പൊ ഈ സ്റ്റേജുകൾ ഒന്നുകൂടെ നോക്കുക. മൂന്നാമത്തെ മുൻകൈയെടുക്കൽ വേഴ്സ് കുറ്റബോധം, ഇനീഷ്യേറ്റീവ് വേഴ്സ് ഗിൽറ്റ്, 3 വയസ്സ് മുതൽ 6 വയസ്സ് വരെ. അടുത്തത് പരിശ്രമം വേഴ്സ് അപകർഷത, 6 വയസ്സ് മുതൽ 12 വയസ്സ് വരെ. അസ്തിത്വബോധം വേഴ്സ് വ്യക്തിത്വ സ്ഥാന പ്രതിസന്ധി, 12 വയസ്സ് മുതൽ 18 വയസ്സ് വരെയാണ് ഐഡന്റിറ്റി വേഴ്സ് റോൾ കൺഫ്യൂഷൻ വരുന്നത്. അടുത്തതാണ് 6 ഗാഠബന്ധം വേഴ്സ് ഏകാകിത്വം. ഇന്റിമസി വേഴ്സ് ഐസൊലേഷൻ എന്നറിയപ്പെടും. 18 വയസ്സ് മുതൽ 40 വയസ്സ് വരെയാണ് ഇന്റിമസി വേഴ്സ് ഐസൊലേഷൻ രൂപപ്പെടുന്നത്. ജനറേറ്റിവിറ്റി വേഴ്സ് സ്റ്റാഗ്നേഷൻ എന്ന് പറയുന്ന പോയിന്റ് സ്റ്റേജ് എന്ന് പറയുന്നത് 40 വയസ്സ് മുതൽ 60 വയസ്സ് വരെ ജനറേറ്റിവിറ്റി വേഴ്സ് സ്റ്റാഗ്നേഷൻ ആണ് വരിക. നമുക്ക് കൂടുതലായിട്ടും ചോദിക്കുന്നത് മുൻ ഭാഗങ്ങളിൽ ഒരു അഡോളസൻസ് പ്രായം അല്ലെ, അതൊക്കെ ആയിരിക്കും. അതിന് മുന്നുള്ള ഭാഗങ്ങളൊക്കെ ആയിരിക്കും എക്സാമിന് ചോദിക്കാം. അടുത്തത് അഹമാർജവം വേഴ്സ് നിരാശ, ഈഗോ ഇന്റഗ്രിറ്റി വേഴ്സ് ഡിസ്പെയർ. ഏതാണ്? ഈഗോ ഇന്റഗ്രിറ്റി വേഴ്സ് ഡിസ്പെയർ. 60 വയസ്സിന് മുകളിലാണ്. ഇനി നമുക്ക് ഇതിലെ ചോദ്യത്തിലോട്ട് നമുക്ക് പോകാം. നിങ്ങൾക്കറിയാം ഈ ചോദ്യം നല്ല പ്രാധാന്യമുള്ളതാണ്. കേറ്ററ്റ് കാറ്റഗറി നവംബർ 2019 ചോദിച്ച പരീക്ഷയിൽ
എറിക്സന്റെ അഭിപ്രായത്തിൽ 3 വയസ്സ് മുതൽ 6 വയസ്സ് വരെയുള്ള കുട്ടി ഏത് പ്രതിസന്ധിയിലൂടെയാണ് കടന്നു പോകുന്നത് എന്നാണ് ചോദ്യം. ഓക്കെ, നമ്മുടെ ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. മുൻകൈയെടുക്കൽ വേഴ്സ് കുറ്റബോധമുണ്ട്, സ്വാശ്രയത്വം വേഴ്സ് ജാള്യതയും സംശയവുമുണ്ട്, ഊർജ്ജസ്വലത വേഴ്സ് അപകർഷതയുണ്ട്, ട്രസ്റ്റ് വേഴ്സ് മിസ്ട്രസ്റ്റ് അല്ലെങ്കിൽ വിശ്വാസം വേഴ്സ് അവിശ്വാസമുണ്ട്. ഇതിൽ ഏതാണ് ഇതിന്റെ ആൻസർ ആയിട്ട് വരിക? നിങ്ങൾ ഇവിടെ പഠിച്ചതാണ്. 3 വയസ്സ് മുതൽ 6 വയസ്സ് വരെ ഏതിലായിരുന്നു? മുൻകൈ എടുക്കൽ വേഴ്സ് കുറ്റബോധം അല്ലെങ്കിൽ ഇനിഷ്യേറ്റീവ് വേഴ്സ് ഗിൽട്ട് എന്ന് പറയുന്ന മുൻകൈ എടുക്കൽ വേഴ്സ് കുറ്റബോധം എന്ന് പറയുന്ന സ്റ്റേജിലാണ് 3 വയസ്സ് മുതൽ 6 വയസ്സ് വരെയുള്ള കുട്ടികളുടെ സ്റ്റേജ് വിവരിക്കുന്നത് എറിക് എറിക്സന്റെ അഭിപ്രായത്തിൽ. ഓക്കെ ആണല്ലോ. വ്യക്തിത്വ ഘടനാ സിദ്ധാന്തം അല്ലെങ്കിൽ തിയറി ഓഫ് പേഴ്സണാലിറ്റി സ്ട്രക്ചർ നമ്മൾ പഠിച്ചതാണ്. വ്യക്തിത്വ ഘടന 3 പ്രധാന മാനസിക ഘടകങ്ങൾ ചേർന്നതാണെന്നാണ് സിഗ്മണ്ട് ഫ്രോയിഡ് അഭിപ്രായപ്പെടുന്നത്. ഒന്നാമത്തെ ഇത്, രണ്ടാമത്തെ ഈഗോ, മൂന്നാമത്തെ അത്യഹം, സൂപ്പർ ഈഗോ. അപ്പൊ ഇത്, അഹം, അത്യഹം എന്നാണ് അദ്ദേഹം ഇതിന് പേരുകൾ കൊടുത്തിട്ടുള്ളത്. അടുത്തത് ഇതില് ഇതാണ്. ഇത് എന്ന് പറയുമ്പോൾ പ്രിമിറ്റീവ് ഇൻസ്റ്റിങ്ക്റ്റൽ ഫോഴ്സ് ആണ്. മനുഷ്യ മനസ്സിന്റെ ഏറ്റവും പ്രാകൃതമായിട്ടുള്ള പ്രേരണാ ശക്തിയാണിത്. മനുഷ്യ മനസ്സിന്റെ ഏറ്റവും പ്രാകൃതമായിട്ടുള്ള ഒരു പ്രേരണാ ശക്തിയാണിത്. ജന്മവാസനകളുടെ നിക്ഷേപ കേന്ദ്രം എന്നറിയപ്പെടുന്നത് എന്താണ്? ഇതാണ്. ജന്മവാസനകളുടെ നിക്ഷേപ കേന്ദ്രമാണിത്. എപ്പോഴും എല്ലാവിധ അസാൻമാർഗിക പ്രവർത്തനങ്ങളുടെയും പ്രഭാവ കേന്ദ്രമാണിത്. എല്ലാവിധ അസാൻമാർഗിക ഇതിനെ നമുക്കറിയാം അല്ലെ. ഇത് അത് മാത്രം എപ്പോഴും ആനന്ദം അല്ലെങ്കിൽ ആനന്ദത്തിൽ അധിഷ്ഠിതമാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ അസന്മാർഗികതയിലേക്ക് പോകാൻ ഒരു മടിയുമില്ലാത്തതാണ് ഇതിന്. ഇത് എന്ന് പറയുമ്പോൾ അസന്മാർഗിക ഇമ്മോറൽ ആയിട്ടുള്ള പ്രവർത്തനങ്ങളുടെയൊക്കെ പ്രഭവ കേന്ദ്രമാണെന്നാണ് പറയുന്നത്. ഇനി പ്ലഷർ സീക്കിംഗ് പ്രിൻസിപ്പിൾ ആണ്. ആനന്ദം മാത്രമാണ് ഇതിന് ഏറ്റവും ഇമ്പോർട്ടന്റ്. ഏറ്റവും ഒരു ആനന്ദത്തിൽ അല്ലെങ്കിൽ സുഖത്തിൽ അധിഷ്ഠിതമായിട്ടുള്ളതാണ് ഇത് എന്ന് പറയുന്നത്. അഹം അല്ലെങ്കിൽ ഈഗോ എന്ന് പറയുന്നത്, അപ്പൊ ഇതിൽ നമ്മൾ പറഞ്ഞു ഇത് പ്ലഷർ സീക്കിംഗ് പ്രിൻസിപ്പിൾ ആണെന്ന് ഓർത്തിരിക്കണം. ഇത് ഇനി അടുത്തതാണ് ഈഗോ ആണ്. ഈഗോ എന്ന് പറയുന്നത് പ്രിൻസിപ്പിൾ ഓഫ് റിയാലിറ്റി ആണ്, യഥാർത്ഥ തത്വമാണ്, റിയാലിറ്റി പ്രിൻസിപ്പിൾ ആണ്. മനുഷ്യ മനസ്സിന്റെ എക്സിക്യൂട്ടീവ് ഫോഴ്സ് ആണിത്. ഇതിനെ എന്തിനോടാണ് ഉപയോഗിച്ചിട്ടുള്ളത്? ആദ്യം പറഞ്ഞ ഇത് കുതിരയാണെങ്കിൽ ഈഗോ എന്ന് പറയുന്നത് കുതിരയെ നിയന്ത്രിക്കുന്ന ആളാണ്. ഈഗോ എന്ന് പറയുന്നതാണ് എപ്പോഴും ഇതിനെ നിയന്ത്രിക്കുന്നത്. ഈഗോ ഇല്ലെങ്കിൽ കുതിര എപ്പോഴും ചാടിക്കൊണ്ടിരിക്കും. ഇത് എപ്പോഴും ചാടിക്കൊണ്ടിരിക്കും കേട്ടോ. അപ്പൊ ഇതിനെ കുതിരയോടും ഈഗോയെ കുതിരക്കാരനോടുമാണ് ഉപയോഗിക്കുന്നത്. അദ്ദേഹത്തിന്റെ അല്ലെങ്കിൽ സൂപ്പർ ഈഗോയുടെ സമ്മർദ്ദത്തിൽ നിന്ന്, ഇപ്പൊ സൂപ്പർ ഈഗോയുടെ ആയിക്കോട്ടെ ഇതിന്റെ ആയിക്കോട്ടെ, ഇതിനെയൊക്കെ രണ്ടിനെയും കൺട്രോൾ ചെയ്ത് നിർത്തുന്നത് ആരാണ്? നമ്മുടെ ഈഗോയാണ് ഇതിനെ കൺട്രോൾ ചെയ്ത് നിർത്തുന്നത് എന്ന് ഓർത്ത് വെച്ചേക്കാം. അടുത്തത് സൂപ്പർ ഈഗോ ആണ്, അദ്ദേഹമാണ്. അദ്ദേഹം എന്ന് പറയുന്നത് എപ്പോഴും മൊറാലിറ്റി പ്രിൻസിപ്പിൾ അധിഷ്ഠിതമാണ്, സന്മാർഗിക തത്വത്തിൽ അധിഷ്ഠിതമാണ്. മനസ്സിനുള്ളിലെ ശരിയും തെറ്റും നിയന്ത്രിക്കുന്ന ഘടകമാണ് ഇത്. സൂപ്പർ ഈഗോ എന്ന് പറയുമ്പോൾ എപ്പോഴും മോറൽ സാൻമാർഗിക തത്വങ്ങൾ അധിഷ്ഠിതമായ ഇന്ന കാര്യം ചെയ്യാൻ പോകുമ്പോൾ അതിൽ മടി തോന്നുകയും അത് തെറ്റാണെന്ന് മനസ്സിലാവുകയും ചെയ്യുന്നു. തെറ്റു ചെയ്താൽ കുറ്റബോധം ഉണ്ടാകുകയൊക്കെ ചെയ്യും. അഹത്തിന്റെ സ്വാധീന ശക്തി കൊണ്ടാണ്, അദ്ദേഹത്തിന്റെ സ്വാധീന ശക്തി ഉണ്ടാവുമ്പോഴാണ്, സൂപ്പർ ഈഗോന്റെ ശക്തി ഉണ്ടാവുമ്പോഴാണ് തെറ്റ് ചെയ്യുമ്പോൾ കുറ്റബോധമൊക്കെ തോന്നുന്നത്. ആദർശപരമായ കാര്യങ്ങൾക്ക് പ്രാധാന്യമുണ്ട്. വിവേകമൊക്കെ ഇതുമായിട്ട് ബന്ധപ്പെട്ടാണ് കിടക്കുന്നത് സൂപ്പർ ഈഗോ. ഓക്കെ, ഇതിൽ വന്നിട്ടുള്ള ചോദ്യം എന്ന് പറയുന്ന ഫ്രോയിഡിന്റെ അഭിപ്രായത്തിൽ ഇത് പ്രവർത്തിക്കുന്നത്, ചോദ്യം ഇത് മാത്രമൊന്നും അല്ല വന്നിട്ടുള്ളത്, ഒരുപാട് ചോദ്യങ്ങളുണ്ട്. ചോദ്യം ഷുവർ ആണ് ഈ ഭാഗത്ത് നിന്ന്. അപ്പോൾ നമുക്ക് ചോദിച്ചിട്ടുള്ള ഒരു ചോദ്യം പരിചയപ്പെടാം. കേറ്ററ്റ് 2019 ജൂൺ 2019 എന്ന കേറ്ററ്റ് കാറ്റഗറി 1ന്റെ പരീക്ഷയിൽ ഫ്രോയിഡിന്റെ അഭിപ്രായത്തിൽ ഇത് പ്രവർത്തിക്കുന്നത് സുഖതത്വമാണോ, യഥാർത്ഥ ബോധ തത്വമാണോ, സന്മാർഗിക തത്വമാണോ, അസ്വാഭാവിക തത്വമാണോ? നമ്മൾ ആദ്യം പറഞ്ഞിരുന്നു ഇത് എന്ന് പറയുന്നത് പ്ലഷർ സീക്കിംഗ് പ്രിൻസിപ്പിൾ ആണ്, സുഖതത്വത്തിൽ അധിഷ്ഠിതമാണ് എന്ന് നമ്മൾ പറഞ്ഞിരുന്നു. അടുത്ത ടോപ്പിക് മാസ്ലോയുടെയാണ്. മാസ്ലോയുടെ ഹൈറാർക്കി ഓഫ് നീഡ്സ് ആണ്. മാസ്ലോയുടെ ഹൈറാർക്കി ഓഫ് നീഡ്സ് എന്ന് പറയുമ്പോൾ മനുഷ്യ ആവശ്യങ്ങളെ അടിസ്ഥാന ആവശ്യങ്ങളിൽ നിന്ന് എങ്ങനെയാണ് തരംതിരിച്ചിട്ടുള്ളത്? അദ്ദേഹം ഏറ്റവും ഉയർന്ന തലത്തിലേക്കുള്ള ആവശ്യങ്ങളിലേക്ക് മാസ്ലോ ക്രമപ്പെടുത്തിയിട്ടുണ്ട്. അതിന് സമായോജനത്തിന് നയിക്കുന്ന അടിസ്ഥാന ആവശ്യങ്ങൾ തൊട്ട് ഉയർന്ന ആവശ്യങ്ങളിലേക്കുള്ള ക്രമമാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. ഒന്നാമത്തെയാണ് ശാരീരിക ആവശ്യം, ഫിസിയോളജിക്കൽ നീഡ്സ്. രണ്ടാമത്തെയാണ് സുരക്ഷാപരമായ അല്ലെങ്കിൽ സേഫ്റ്റി നീഡ്സ്. മൂന്നാമത്തെ മനഃശാസ്ത്രപരമായ അല്ലെങ്കിൽ സൈക്കോളജിക്കൽ നീഡ്സ്. നാലാമത്തെയാണ് സ്വാഭിമാന ആവശ്യങ്ങൾ അല്ലെങ്കിൽ ആദരം എന്ന് നമുക്ക് വിളിക്കാം, സെൽഫ് എസ്റ്റീം ആണ് നാലാമത്തെ. അഞ്ചാമത്തെയാണ് ഏറ്റവും ടോപ്പിലായിട്ടുള്ള ആ ഒരു സ്റ്റേജ് എന്ന് പറയുന്നത് ആത്മസാക്ഷാത്കാരം അല്ലെങ്കിൽ സെൽഫ് ആക്ച്വലൈസേഷൻ. ഇതൊക്കെ എല്ലാവർക്കും അറിയാവുന്ന സിമ്പിൾ ആയിട്ടുള്ള ടോപ്പിക് ആണെന്ന് എനിക്കറിയാം. അപ്പൊ ഇങ്ങനെ ഈ ഒരു ചാർട്ട്
ഈ ഒരു ഡയഗ്രത്തിൽ നമുക്ക് മനസ്സിലാവും മാസ്ലോന്റെ ഹൈറാർക്കി ഓഫ് നീഡ്സിന് ഇത് കാണാത്തവർ ആരും ഇവിടെ ഇല്ല. അപ്പൊ ഇതില് സെൽഫ് ഫിസിയോളജിക്കൽ നീഡ്സിൽ എന്തൊക്കെ വരുന്നു? സേഫ്റ്റി ആൻഡ് സെക്യൂരിറ്റി ഉണ്ട്, ലവ് ആൻഡ് ബിലോങ്ങിങ്നെസ്, സെൽഫ് എസ്റ്റീം, സെൽഫ് ആക്ച്വലൈസേഷൻ, ഇതൊക്കെ എന്തൊക്കെ ഉണ്ടെന്നുള്ളതിൽ വ്യക്തമായിട്ടുണ്ട്. നമുക്ക് നോക്കാം. ഓരോ നീഡ്സുകളും സാറ്റിസ്ഫൈ ചെയ്ത് ഏറ്റവും അവസാനത്തെ നീഡ് ആയിട്ടുള്ള സെൽഫ് ആക്ച്വലൈസേഷനിൽ എത്തിപ്പെടുന്നതെന്നാണ് മാസ്ലോ നീഡ്സിന്റെ ഹൈറാർക്കിയിൽ പറയുന്നത്. ഹൈറാർക്കിക്കലായിട്ട് അദ്ദേഹം ഇതിനെ ഇങ്ങനെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഒന്ന് നോട്ട് ചെയ്തേക്കാം. ഇതിൽ നിന്ന് ചോദിച്ചിട്ടുള്ള ചോദ്യം എന്ന് പറയുന്നത് മാസ്ലോയുടെ അവശ്യ ശ്രേണിയിലെ ഏറ്റവും താഴെയുള്ള ആവശ്യം ഏതാണ്? മുകളിലല്ല ചോദിച്ചത്, താഴെയുള്ള ആവശ്യമാണ്. കോഗ്നിറ്റീവ് ആണോ, ശരീരശാസ്ത്രപരമായിട്ടുള്ളതാണോ, ബഹുമാനമാണോ, സുരക്ഷയാണോ? കേട്ടിട്ട് കാറ്റഗറി 2 2019 ചോദിച്ചിട്ടുണ്ട്. ഇപ്പൊ കഴിഞ്ഞ പരീക്ഷയില് ഈ 2025 ഈ സെപ്റ്റംബർ 18 നടന്ന പരീക്ഷയില് കേട്ടിട്ടില് ചോദിച്ചിട്ടുള്ള ചോദ്യമാണ്. ഈ ഒരു ഭാഗത്ത് നിന്നും ചോദ്യം ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ചോദ്യത്തിന്റെ ആൻസർ എന്ന് പറയുന്നത് ഏറ്റവും ആദ്യത്തെ ഘട്ടം ഏതായിരുന്നു? ഫിസിയോളജിക്കൽ നീഡ്സ് ആയിരുന്നു എന്ന് വെച്ചാൽ ശരീരശാസ്ത്രപരമായിട്ടുള്ള നീഡ്സ് ആയിരുന്നു ഇതില് ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, അപ്പൊ ഇതിന്റെ ആൻസർ ഇതാണ്. അടുത്ത ടോപ്പിക്കാണ് ബുദ്ധിമാപനം എന്നുള്ളൊരു ടോപ്പിക്കിൽ നിന്ന് എത്ര പ്രാധാന്യമുള്ള ടോപ്പിക്കാണെന്ന് നിങ്ങൾക്കറിയാം. മെഷർമെന്റ് ഓഫ് ഇന്റലിജൻസ് ആണിത്. ബുദ്ധിമാനം അല്ലെങ്കിൽ ഇന്റലിജൻസ് കോഷ്യന്റ് കണക്കിലാണ് ഈ ബുദ്ധിയെ അളക്കുന്നത്. ബുദ്ധിമാനം എന്ന കണക്കിലാണ് അളക്കുന്നത്. അളക്കുന്ന മാപനത്തെ എന്ത് വിളിക്കുന്നുണ്ട്? ബുദ്ധിമാപനം എന്ന് വിളിക്കുന്നുണ്ട്. അളക്കുന്ന മാപനത്തെ ബുദ്ധിമാപനം എന്ന് വിളിക്കുന്നു. അളന്ന് തിട്ടപ്പെടുത്തുന്നതിനെ ബുദ്ധിമാനം എന്നാണ് വിളിക്കുന്നത്. അപ്പൊ ബുദ്ധിമാപനമുണ്ട്, അത് അളക്കുന്ന മാപനമാണ്. എന്നാൽ അളന്ന് തിട്ടപ്പെടുത്തുന്നതിനെ ബുദ്ധിമാനം എന്ന് വിളിക്കുന്നു. ബുദ്ധിമാനം ഇന്റലിജൻസ് കോഷ്യൻസ് കണക്കിലാണ് ബുദ്ധി അളക്കുന്നത് എന്നൊക്കെ നമുക്ക് മനസ്സിലായി. ബുദ്ധിമാനം കണ്ടെത്താനുള്ള സൂത്രവാക്യം, ഈ ഒരു കാര്യമാണ് നമ്മുടെ പരീക്ഷയിൽ സിമ്പിൾ ആയിട്ടുള്ള ഒരു ചോദ്യം എപ്പോഴും കയറി വരുന്നത്. അപ്പൊ ഇത് അറിയാത്ത ടീച്ചേഴ്സിനൊക്കെ വേണ്ടിയിട്ടാണ്. MA എന്ന് പറയുന്നത് എന്താണ്? ഇതില് മെന്റൽ ഏജ് അല്ലെങ്കിൽ മാനസിക വയസ്സിനെയാണ് MA എന്ന് പറയുന്നത്. ഇനി ബുദ്ധിശോധകത്തിൽ ഒരു വ്യക്തി നേടുന്ന സ്കോറിന്റെ അടിസ്ഥാനത്തിൽ കണ്ടെത്തുന്നതാണ് ഇത്. CA എന്ന് പറഞ്ഞാൽ എന്താണ്? ക്രോണോളജിക്കൽ ഏജ് ആണ്. CA എന്ന് പറഞ്ഞാൽ ക്രോണോളജിക്കൽ ഏജ് ആണ്, കാലിക വയസ്സാണ്. ഒരു കുട്ടിയുടെ കാലിക വയസ്സ് കണ്ടുപിടിക്കാൻ പറയും, അല്ലെങ്കിൽ മെന്റൽ ഏജ് കണ്ടുപിടിക്കാൻ പറയും. ഇതിൽ രണ്ടെണ്ണം തന്നിട്ടുണ്ടെങ്കിൽ രണ്ടെണ്ണം തന്നാൽ നമുക്ക് മറ്റുള്ളവർ കണ്ടുപിടിക്കാം. IQ എന്ന് പറഞ്ഞാൽ ഇന്റലിജൻസ് കോഷ്യന്റ് അല്ലെങ്കിൽ ബുദ്ധിമാനമാണ്. അപ്പൊ ഈ ഒരു ഇത് എപ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടും ചോദിച്ചു വരുന്ന ഇക്വേഷൻസ് ആണ്. അപ്പൊ ഇത് അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ പറയുന്നത്. മെന്റൽ ഏജ് MA, ക്രോണോളജിക്കൽ ഏജ് CA, കാലിക വയസ്സ്, യഥാർത്ഥ വയസ്സ് അല്ലെങ്കിൽ കാലിക വയസ്സ്, കുട്ടിയുടെ യഥാർത്ഥ വയസ്സ്. അപ്പോൾ IQ ആണ് ഇവിടെ ഇന്റലിജൻസ് കോഷ്യന്റ്. നമുക്കറിയാം MA മെന്റൽ ഏജ്, CA ക്രോണോളജിക്കൽ ഏജ്. ഇതിനെ 100 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഇന്റലിജൻസ് കോഷ്യന്റ് അല്ലെങ്കിൽ ബുദ്ധിമാനം നമുക്ക് കണ്ടെത്താനായിട്ട് സാധിക്കും. ഇപ്പോ ഈ കഴിഞ്ഞ കാറ്റഗറി 1ന്റെ പരീക്ഷയിൽ 2025 1ന്റെ പരീക്ഷയിലും 2ന്റെ പരീക്ഷയിലും ആവർത്തിച്ച് ചോദിച്ചിട്ടുണ്ട്. പല രണ്ട് രീതിയിലാണ് ചോദിച്ചത്. ഒന്നിലും ചോദിച്ചത് ഇതിന്റെ ഇക്വേഷൻ ആയിരുന്നു. IQ എന്താണ്, അതിന്റെ ഇക്വേഷൻ, ശരിയായ ഇക്വേഷൻ ഏതെന്നായിരുന്നു ചോദ്യം. നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ പേപ്പർ നോക്കിയവർക്കറിയാം. രണ്ടാമത്തെ ഇതിലെ ചോദ്യം എന്ന് പറയുന്നത് 12 വയസ്സുള്ള അഹന്റെ ബുദ്ധിമാനം 125 ആണ് എങ്കിൽ ചുവടെ കൊടുത്തിരിക്കുന്നത് ശരി ഏതെന്നാണ്. അപ്പൊ ഇതിൽ നമ്മൾ ഈ മറ്റു ക്ലാസ് എടുത്ത് കണ്ടാൽ കാറ്റഗറി 1ഉം 2ഉം നമ്മൾ ക്ലാസ് ഡിസ്കഷൻ, ക്വസ്റ്റ്യൻ ആൻസർ ഡിസ്കഷൻ നടത്തിയിട്ടുണ്ട്. അതിലറിയാം ഇതെങ്ങനെയാണ് കണ്ടുപിടിച്ചിട്ടുള്ളതെന്ന്. നമ്മൾ ഇവിടെ MA ഇവിടെ കണ്ടുപിടിക്കേണ്ടത് എന്താണ്? അഹന്റെ മാനസിക വയസ്സാണ്, മെന്റൽ ഏജ് ആണ് കണ്ടുപിടിക്കേണ്ടത്. നമ്മുടെ കയ്യിലുള്ള ഇക്വേഷൻ എന്താണ്? IQ ഇക്വേഷൻ എന്താണ്? MA/CA × 100 എന്നാണ്. ഇവിടെ MA നമ്മൾ എന്ത് ചെയ്യേണ്ടതുണ്ട്? കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ ഇക്വേഷൻ സോൾവ് ചെയ്യുന്ന രീതി ആ 2 ക്ലാസ്സിൽ നമ്മൾ ഇട്ടിട്ടുണ്ട്. ഇതെങ്ങനെയാണെന്ന് വിശദീകരിച്ച് തന്നിട്ടുണ്ട്. അപ്പോൾ ഇവിടെ അഹാന്റെ മാനസിക വയസ്സ് എത്രയാണ്? ഇവിടെ അഹാന്റെ മാനസിക വയസ്സ് 15 ആണെന്ന് നമുക്ക് കിട്ടുന്നുണ്ട്. ഓക്കെ, അപ്പൊ ഈ ഒരു ഇക്വേഷൻ ഉപയോഗിച്ചിട്ട് ഇത് സോൾവ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പൊ ഇത് ഇവിടെ ഇതിന്റെ ആൻസർ എന്ന് പറയുന്നത് അഹാന്റെ മാനസിക വയസ്സ് 15 ആണെന്നാണ്. അപ്പോൾ ഇത് സോൾവ് ചെയ്തിരിക്കുന്ന രീതി അറിയാനായിട്ട് മറ്റേ ക്ലാസ്സിൽ ഒന്ന് കയറി കാണുക. ഓക്കെ, അപ്പോൾ ഈ 7 ടോപ്പിക്കുകളിൽ നിന്ന് 7 ചോദ്യങ്ങൾ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടോപ്പിക്കുകളാണ്. എല്ലാവരും പഠിക്കുക. അടുത്ത ക്ലാസ്സുകൾ പെട്ടെന്ന് തന്നെ നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ എല്ലാവർക്കും നന്ദി, നമസ്കാരം. ഓക്കെ, താങ്ക് യു ഓൾ.